അബ്ദുൽ കലാം, ചേതൻ ഭഗത് തുടങ്ങിയ രചയിതാക്കളുടേതായി 35-ലധികം പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കബിനി സി 15 വർഷത്തിലേറെയായി വിവർത്തന മേഖലയിൽ സജീവമാണ്. വിവർത്തനത്തിനും ഭാഷയ്ക്കുമുള്ള സമഗ്ര സംഭാവനയ്ക്ക് 2024 ദാമോദരൻ കാളിയത്ത് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാഹിതി 2025 കബിനി സിയെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ ഏകോപനം നിർവഹിക്കുന്നത് സാഹിത്യരചന 2ാം വർഷ വിദ്യാർത്ഥി ദൃശ്യ പത്മനാഭനാണ്. 3 പേരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വിവർത്തനം എന്ന ഭൂഖണ്ഡം എന്ന സർഗസംവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിവർത്തനം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മളെന്ന് പൊതുവെ പറയാറുണ്ട്. അത് ലോകത്തിലെ ഏത് ജനതയെ കുറിച്ചും പറയാൻ പറ്റുന്ന ഒരു പൊതു പ്രസ്താവനയാണ്. പൊതുവെ ലോകത്തെ സംസ്കാരത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ വിവർത്തനം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ഭാഷയിലുള്ള ആശയത്തെ മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വിവർത്തനം എന്ന് പറയുന്നത്. ഇന്ന് ഈ ഒരു സർഗസംവാദത്തിൽ നമ്മോട് സംവദിക്കുന്നത് പ്രമുഖ വിവർത്തകയും എഴുത്തുകാരിയും അധ്യാപികയുമായ പ്രിയ മാമാണ്. അതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി കളക്ടറും എഴുത്തുകാരിയും വിവർത്തകയുമായ കബനി സി മാമാണ്. നമുക്ക് നോക്കാം ഇവരുടെ വിവർത്തനാനുഭവങ്ങളും വിവർത്തനത്തിൽ ഇവർ നേരിട്ട വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ. ഇതൊരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം വിവർത്തനം എന്നതിനെ പറ്റിയിട്ടുള്ള ആധികാരികമായ അറിവോ ഒന്നും എനിക്കില്ല. പരിമിതമായ ഒരു വായനാനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് നിങ്ങൾ ഇരുവരോടും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം പ്രിയ മാമിനോടാണ്. ഒരു വിവർത്തക എന്ന രീതിയിൽ വിവർത്തനാനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിവർത്തനത്തെ എങ്ങനെയാണ് മാം നിർവചിക്കുന്നത്? ഇവിടേക്ക് ക്ഷണിച്ചതിന് നന്ദി. ഇങ്ങനൊരു അവസരം തന്നതിനും നന്ദി. ട്രാൻസ്ലേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പെറുക്കി വെക്കൽ മാത്രമല്ല ട്രാൻസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സംസ്കാരത്തെ തന്നെ മറ്റൊരു ഭാഷയിൽ റിഫ്ലക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ നടത്തുമ്പോഴാണ് നമ്മുടെ സംസ്കാരത്തെ ഞാൻ സാധാരണ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാണ്. അപ്പം എൻ്റെ സംസ്കാരത്തെ പറ്റി, എൻ്റെ ജീവിതത്തെ പറ്റി കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ ഇതൊക്കെ മാറ്റി നടാൻ ശ്രമിക്കുമ്പോഴായിരിക്കും. സാധാരണ പറയാറുള്ളത് അവനവൻ്റെ മാതൃഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. പക്ഷെ എന്നെ പോലെയുള്ള കുറേ അധികം അധ്യാപകരും ഇംഗ്ലീഷ് ടീച്ചേഴ്സും ഒക്കെ ആക്ച്വലി വി ട്രാൻസ്ലേറ്റ് ഫ്രോം അവർ മദർ ടങ് ഇൻ ടു ഇംഗ്ലീഷ്. പക്ഷെ ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊക്കെ ബൈലിംഗ്വൽ ആണ് ഫോർ മെനി റീസൺസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹസം കാണിക്കുന്നു എന്നേ ഉള്ളൂ. പദസമ്പത്ത് ഒരുപാട് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ട്രാൻസ്ലേഷനിലൂടെ. പിന്നെ കേരളത്തിൽ മാത്രം ചുരുങ്ങിപ്പോകുന്ന ചില എഴുത്തുകാരെ, മലയാളത്തിൽ മാത്രം എഴുതുന്ന ആൾക്കാരെ മലയാളം അറിയാത്തവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ വിവർത്തനത്തിനെ കാണുന്നത്. ഇതിനെ എങ്ങനെയാണ് കബനി മാം നിർവചിക്കുന്നത്? ആദ്യം ഒരു മലയാള യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഭാഷയുടെയും അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെയും ഒരു സിമ്പിൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം. ക്ഷണിച്ചതിന് നന്ദി. ഞാൻ എപ്പോഴും വിവർത്തനത്തെ കാണുന്നത് വെച്ചാൽ നമ്മളുടെ ഇപ്പം പാവങ്ങൾ വിവർത്തനത്തിന് 100 വർഷമായിട്ടുള്ള നാലപ്പാട്ട് നാരായണ മേനോന്റെ പാവങ്ങൾ വിവർത്തനത്തിന് 100 വർഷമായിട്ടുള്ളതാണ്. 1925 അപ്പോൾ ഈ 2025 100 വർഷമായി. അപ്പോൾ നമ്മുടെ ഭാഷയെ നവീകരിക്കുന്നതും ഭാവുകത്വത്തെ പുതുക്കുന്നതും അങ്ങനെയുള്ള വലിയൊരു സാംസ്കാരിക ദൗത്യം, ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് വിവർത്തനം. ഇങ്ങനെ ഒരു വലിയ തലത്തിൽ നമുക്ക് വിവർത്തനത്തെ നോക്കിക്കാണാം. ഇപ്പോൾ ദൃശ്യ പറഞ്ഞതുപോലെ തന്നെ ഒരു വിവർത്തനത്താലെ മാറ്റപ്പെടുന്ന മുന്നോട്ട് പോകുന്ന ജനതയാണ്. അത് ഏത് ജനതയെ പറ്റിയും പറയാം. ഏത് ജനതയെ പറ്റി പറയാന്നുള്ളതിനേക്കാൾ കൂടുതൽ മലയാളികളെ കുറിച്ച് പറയാം. മലയാളികളുടെ ഒരു വിവർത്തന സ്വീകരിക്കുന്നത് വളരെ കൂടിയ തോതിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വിവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകൾക്കിടയിൽ, സംസ്കാരങ്ങൾക്കിടയിൽ ഒരു പാലം കെട്ടുക എന്നുള്ളതാണ്. ഈ പാലം കെട്ടുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
വളരെ ഇടർച്ചയില്ലാത്തതുമായിട്ടുള്ളൊരു പാലായിരിക്കണം. പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ വിവർത്തനത്തെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റുകളൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഉദാഹരണത്തിന് ആധികാരികത, വിശ്വസ്തത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് വളരെ വിശ്വസ്തത പുലർത്തണം, ആധികാരികത പുലർത്തണം. ഇതെല്ലാം കാലങ്ങൾ കഴിയുമ്പോൾ അത് മാറി മാറി വന്ന് ആദ്യമല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിപി മാത്രം മാറ്റിയ, അതായത് ഒരു കൃതി വേറൊരു ഭാഷയിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ അത് ലിപിയിലുള്ള മാറ്റമേ ഉള്ളൂ, അത് അതേപോലെ തന്നെയാണ് പകർത്തപ്പെട്ടിരുന്നത്. ഇപ്പോഴുള്ള വിവർത്തകർ അങ്ങനെയല്ല ചെയ്യുന്നത്. അതിൽ അവരുടെ പിന്നെ ഒരു കയ്യൊപ്പോട് കൂടിയാണ് ആധികാരികത, വിശ്വസ്തത എന്നുള്ള ഒരു തിയറികളെല്ലാം മാറ്റപ്പെട്ട ഒരു കാലമാണ്. അപ്പം അതുപോലെ തന്നെ വിവർത്തകർക്ക് എന്നുള്ളതുപോലെ തന്നെ വിവർത്തനത്തിനും ജെൻഡർ ഉണ്ടെന്നും രാഷ്ട്രീയം ഉണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെല്ലാം ഇതിൽ റിഫ്ലക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഓരോ വിവർത്തനവും ഓരോ പുസ്തകവും ഓരോ എഴുത്തുകാർക്കും ഓരോന്നാണ് എന്നതുപോലെ തന്നെ ഓരോ വിവർത്തകന്റെയും വിവർത്തനവും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് ഒരു പുസ്തകത്തിന് ഒരു വിവർത്തനം പോരാ, പല വിവർത്തനങ്ങൾ വേണം എന്ന് പറയുന്നത്. അപ്പം ഒരു സാംസ്കാരിക പ്രവർത്തനം, ഒരു ആക്ടിവിസം എന്നതുപോലെ തന്നെ പിന്നെ നമ്മുടെ പല ഈ വിവർത്തകർക്കും ഇതൊരു ആക്ടിവിസം ആയിരുന്നു. ഉദാഹരണമായിട്ട് MN സത്യാർത്ഥി, പിന്നെ അദ്ദേഹം ബംഗാളി പഠിച്ച് കൊൽക്കത്തയിൽ പോയി ബംഗാളി പഠിച്ച് അദ്ദേഹം അവിടെയുള്ള ഈ ബിമൽ മിത്രയുടെയൊക്കെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത് വിവർത്തനം മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനവും കൂടിയാണ്. അതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനവും ഒരു രാഷ്ട്രീയ പ്രവർത്തനവും വ്യക്തിപരമായ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ മറ്റൊരു ഭാഷയിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് കഥകൾ കൊണ്ടുവരികയും നമ്മളുടേതാക്കി മാറ്റുകയും ചെയ്യുക. ഇതാണ് വിവർത്തനത്തെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മുടെ സമൂഹം ഇന്നും പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമാണല്ലോ. അപ്പോൾ വിവർത്തനത്തിൽ സ്ത്രീപക്ഷം എന്ന വേർതിരിവുണ്ടോ? കവിനി പറഞ്ഞതുപോലെ ജെൻഡർ ഒരു വലിയ ഫാക്ടർ തന്നെയാണ് ട്രാൻസ്ലേഷനിൽ. അപ്പം ഇവിടെ ഇരിക്കുന്ന പല വിദ്യാർത്ഥികളും ട്രാൻസ്ലേഷൻ തിയറി ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടാവാം. നമ്മളൊക്കെ അത് പഠിപ്പിക്കാറുണ്ട്. വളരെ ഓവേർട്ടായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ജെൻഡർ ട്രാൻസ്ലേഷൻ നടത്തുന്ന ധാരാളം എഴുത്തുകാരുണ്ട്. ഫോർ എക്സാമ്പിൾ മീന കന്ദസ്വാമി തിരുക്കുറൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇത് തിരുക്കുറലിൻ്റെ ഒരു ഫെമിനിസ്റ്റ് ട്രാൻസ്ലേഷൻ ആണെന്ന്. സോ അത് വെറും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പദത്തിന് പകരം മറ്റൊരു പദം എടുത്ത് വെക്കൽ മാത്രമല്ല, ഒരു ഇന്റർപ്രിറ്റേഷൻ നടക്കുന്നുണ്ട്. അതിൽ സൈലൻസസിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ടായിരിക്കണം മീന കന്ദസ്വാമി തിരുക്കുറൽ പോലെ മെയിൽ വോയിസിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു കാവ്യം എടുത്തിട്ട് അതിനൊരു ഫെമിനിസ്റ്റ് തലത്തിലേക്ക് കൊണ്ടുവന്നുള്ള തർജ്ജമ. അങ്ങനെ വളരെ എക്സ്പ്ലിസിറ്റ് ഓവേർട്ട് ഫെമിനിസ്റ്റ് ട്രാൻസ്ലേഷൻ നടക്കാറുണ്ട്. പേഴ്സണലി എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ട്രാൻസ്ലേറ്ററായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ തർജ്ജമ ചെയ്തിരിക്കുന്നത് TD രാമകൃഷ്ണന്റെ നോവലുകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. TDയുടെ നോവൽ വായിച്ചാൽ ഫെമിനിസ്റ്റ് നോവലൊന്നും അല്ല TDയുടേത്. അവിടെ ഞാൻ വിശ്വസിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ലോകമാണ്, അല്ലെ, TDയുടെ ലോകമാണ്. ഞാൻ ആ ഭാഷയെ ഇംഗ്ലീഷിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കൈകടത്താൻ ഞാൻ പോയിട്ടില്ല. വേണമെങ്കിൽ അതിന് വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓഥറാണ്. ഇപ്പം റൊളാൻ ബാർട്ടിന് ഡെത്ത് ഓഫ് ദി ഓഥർ എന്നൊക്കെ പറയാം. പക്ഷെ പബ്ലിഷിംഗ് എന്നൊരു മേഖലയിലേക്ക് വരുമ്പം ഓഥർ വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്രസൻസ് ആണ്. കോപ്പി റൈറ്റ് ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്, റോയൽറ്റി ഉണ്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം എനിക്ക് ഇത് ഫെമിനിസത്തിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് പോകുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇതിന് നമ്മളാരും കാണാത്ത വളരെ ശക്തമായ മറ്റൊരു പ്രസൻസ് എഡിറ്ററിന്റെ പ്രസൻസ് ആണ്. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇപ്പം ഒരു പബ്ലിഷിംഗ് ഹൗസ്, പെൻഗ്വിൻ ആയിക്കോട്ടെ, ഹാപ്പർ ആയിക്കോട്ടെ, ട്രാൻസ്ലേറ്ററിന്റെയും ഓഥറിന്റെയും അത്ര തന്നെ സ്ട്രോങ് പ്രസൻസ് ആണ് എഡിറ്ററിൻ്റെതും. ഈ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇപ്പം നിങ്ങൾ ഈ മലയാളത്തിൽ എഴുതുന്ന പ്രമുഖ എഴുത്തുകാരെ നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കുമ്പോൾ ഇവർക്കൊക്കെ ചിലപ്പോൾ ഒരേ ടോൺ ആയിരിക്കും. മലയാളത്തിൽ നമുക്ക് ഒരു പേജ് വായിച്ചാൽ മനസ്സിലാവും ഇത് ആരെഴുതിയ T. പത്മനാഭനാണോ MT ആണോ. നമ്മൾ ഒപ്പ് വേണ്ട അവരുടെ. ഒരുപാട് വായിച്ച ശീലമുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് ആരെഴുതിയതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ ഇവരുടെയൊക്കെ ടോണിൽ വ്യത്യാസമില്ല. നമുക്ക് മനസ്സിലാവില്ല ഇത് ആരെഴുതിയതാണ് എന്നുള്ളത്. കാരണം അവിടെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ട്രാൻസ്ലേഷന്റെ പരിമിതികളുണ്ട്. രണ്ട്, ഈ
പല പബ്ലിഷിംഗ് ഹൗസിനും ഒരു ഇൻ ഹൗസ് സ്റ്റൈലുണ്ട്, അതിലേക്ക് നമ്മളെ അവർ കൊണ്ടെത്തിക്കും. സോ ഈ ടൊണാലിറ്റിക്ക് വലിയ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് MTA പോലെയുള്ള എഴുത്തുകാരൻ he should not have been confined to Kerala, right? നമ്മൾ പറയും ഒരു പ്രത്യേക സംസ്കാരത്തിനെ പറ്റി എഴുതുന്നു, അങ്ങനെ ഒരു പ്രത്യേക സംസ്കാരത്തിനെ പറ്റി തന്നെയാണ് മാർക്കേസും എഴുതിയിരിക്കുന്നത്, പാമുക്കും എഴുതിയിരിക്കുന്നത്. ലോകപ്രശസ്തരായ ഒരുപാട് എഴുത്തുകാർ, ഇപ്പം നൊബേല് കിട്ടിയ ഹാൻ കാങ് പോലും അവരുടെ സമൂഹത്തിനെ പറ്റിയാണ് അവർ എഴുതിയിരിക്കുന്നത്. തർജ്ജമയിലുള്ള പോരായ്മകളാവാം അല്ലെങ്കിൽ ഒരു റീഡിംഗ് പബ്ലിക്കിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. ഇതിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1980s മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സ്ഥിരമായിട്ട് ബംഗാളി നോവലുകളുടെ വിവർത്തനം വരാറുണ്ട്. നമുക്ക് ആർക്കും ബംഗാളി അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അതിന് ഗംഭീരമായ ഒരു റീഡിംഗ് പബ്ലിക് ഉണ്ടായി. അപ്പം ഇങ്ങനെ ആയിരിക്കും ബംഗാളി സൗണ്ട് ചെയ്യുക, ഇങ്ങനെ ആയിരിക്കും കൊൽക്കത്ത എന്നൊരു ഇമാജിനേഷൻ മലയാളികളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ അന്നത്തെ ട്രാൻസ്ലേറ്റേഴ്സിന് സാധിച്ചു. ഒരു ഡിസ്കോസ് ഫോർമേഷൻ പോലും അവിടെ നടക്കുകയാണ്. നമുക്ക് ബംഗാളി അറിയില്ല, കൽക്കത്ത അറിയില്ല, പക്ഷെ അതിന് അനുഭവിക്കാൻ പറ്റുന്നു ട്രാൻസ്ലേഷനിലൂടെ. വലിയ ഡിമാൻഡും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ബംഗാളി പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷന്. അതുപോലെ ഒരു റീഡിംഗ് പബ്ലിക്കിനെ നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കബിനി മാമിന് ഇതിനെ പറ്റി എന്താണ്? അതിപ്പോൾ പ്രിയ പറഞ്ഞത് ഇംഗ്ലീഷിലേക്കുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസസ് ഇൻ ട്രാൻസ്ലേഷൻ വയ്ക്കാനായിട്ട് മലയാളത്തിൽ പറ്റുന്നുണ്ട്. അതൊന്നും മലയാളത്തിന് വലിയ ചരിത്രമുണ്ട്, മലയാളത്തിലേക്കുള്ള വിവർത്തനങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട്, വലിയൊരു നിര വിവർത്തകരുണ്ട്. ഇംഗ്ലീഷിലേക്കൊക്കെ പോയി തുടങ്ങുന്നത് വളരെ റീസെൻ്റ്ലി ആണ്. മുമ്പൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോയിട്ടുള്ളത്. ഇപ്പോൾ ഒരു വലിയൊരു സ്വീകാര്യത ഉണ്ടാവുകയും, അതായത് ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറി തുടങ്ങിയതോടുകൂടി വലിയൊരു സ്വീകാര്യത ഉണ്ടാവുകയും ഒരുപാട് ട്രാൻസ്ലേറ്റേഴ്സ് അതിൽ വളരെ എഫിഷ്യൻ്റ് ആയവർ വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പണ്ട് ലാറ്റിൻ അമേരിക്കൻ നോവലുകൾക്ക് ലഭിച്ച ഒരു സ്വീകാര്യതയാണ് ഇപ്പോൾ മലയാള നോവലുകൾക്ക് പുറത്ത് ലഭിക്കുന്നത്. നിങ്ങൾക്ക് JCB പ്രൈസ് ഒക്കെ അനൗൺസ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് പറ്റും. എനിക്ക് ഈ വർഷമാണ് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടാതെ പോയത് മലയാളത്തിനെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് മലയാളത്തിനാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രിയ പറഞ്ഞ ഒരു പോയിന്റ്, അതായത് ഈ എഡിറ്റേഴ്സിന്റെ ഒരു വല്ലാത്ത ഒരു കൈകടത്തലും ഒരു ഹോമോജനൈസേഷൻ നടക്കുന്നുണ്ടായിരിക്കും. അപ്പം മലയാളത്തിൽ അത് തുലവും കുറവാണ്. മലയാളത്തിൽ അത് ഒന്ന് ഈ പല പല ട്രാൻസ്ലേഷൻസ് പലതാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ബംഗാളി ട്രാൻസ്ലേഷന്റെ കാര്യം പറഞ്ഞു. ബംഗാളി ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് ചില രീതികളുണ്ട്. അവരുടെ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഇപ്പൊ ലീല സർക്കാരും MN സത്യാർത്ഥിയും രവിവർമ്മയും ഒക്കെ ചെയ്തിട്ടുള്ള ട്രാൻസ്ലേഷൻസിന് ബംഗാളി സാഹിത്യത്തിന്റെ ഒരു എന്താ പറയാ, നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെയാണ് വേറെ ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു പൂർവ്വസൂചികളായിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സ് വ്യക്തമായിട്ടുള്ള രീതി, ലാറ്റിൻ അമേരിക്കൻ ലിറ്ററേച്ചർ വരുന്നത് ഇങ്ങനെയാണ്, ബംഗാളി വരുന്നത് ഇങ്ങനെയാണ് എന്ന്, തമിഴ് വരുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു ഉറപ്പിച്ചത് കാരണം കൊണ്ട് അങ്ങനെയൊരു ഈ ഒരു പ്രശ്നമില്ല. പിന്നെ ജെൻഡറിന്റെ കാര്യം പറയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് എൻ്റെ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ള ജെൻഡറും പൊളിറ്റിക്സും ഉണ്ട്. ഞാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളെല്ലാതും ഒന്നുമില്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ, സ്ത്രീ വിഷയം കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ പൊതുവെ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ എൻ്റെ ഒരു അമേച്വർ കാലം, വിവർത്തനത്തിന്റെ കാലത്തിൽ ഞാൻ എന്തും ചെയ്യുമായിരുന്നു. അതിപ്പോൾ ഞാൻ മാനേജ്മെന്റ് ബുക്ക് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഡോണറും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പതിയെ എൻ്റെ ഒരു വിവർത്തക ജീവിതം മെച്ചർ ആവുന്നതിനൊപ്പം തന്നെ എനിക്കതിൽ കൃത്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പുകളുണ്ട്. ഞാൻ ചെയ്തിരിക്കണം ഇപ്പൊ ബനസീർ ഭൂട്ടോ, അച്ഛൻ സൂക്കി, വാങ്കാരി മാതായ്, ലൈമ ഗോവി, ബോൾഗ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എന്താ പറയുക സ്ത്രീപക്ഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫയർ ബ്രാൻഡ് വിമൻ എന്ന് പറയുന്നവരുടെ കഥകൾ, ഇതൊക്കെ ചെയ്യണതിന് ഒരു കാരണം എനിക്ക് അതിലുള്ളൊരു ജെൻഡർ പ്രിഫറൻസ് തന്നെയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു വ്യക്തിത്വത്തെ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ വിവർത്തനത്തെയും നമ്മുടെ സാഹിത്യരംഗത്തെയും മാറ്റുന്നതോടൊപ്പം തന്നെ വിവർത്തകനെ വല്ലാതെ മാറ്റുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിവർത്തകൻ ചെയ്യുന്നത് ഒരു സൂക്ഷ്മ പഠനമാണ്. എനിക്കുള്ളത് ഏറ്റവും നന്നായിട്ട് ഒരു ഗ്രന്ഥം, ഒരു ടെക്സ്റ്റ് വായിക്കുന്നത് വിവർത്തനം ചെയ്യുന്ന ആളാണ്. കാരണം വരികൾക്കിടയിൽ വായിക്കുക, സൈലൻസസ് പൂരിപ്പിക്കുക, അങ്ങനെ എല്ലാം ചെയ്യുന്നത്. ഇതിൽ നമുക്കൊരു പിന്നെ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കുന്നത്
നമുക്ക് ഈ വിവർത്തനം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. എൻ്റെ പ്രധാന വരുമാന മാർഗം വിവർത്തനം അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുസ്തകങ്ങളോട്, എനിക്ക് പറ്റാത്ത പുസ്തകങ്ങളോട് നോ പറയാം. ഞാൻ ചെയ്ത പുസ്തകങ്ങളെക്കാളും കൂടുതൽ ചെയ്യാതെ പോയ പുസ്തകങ്ങളായിരിക്കും. പിന്നെ എൻ്റെ ട്രാൻസ്ലേഷൻസ് ഒരു 40 എണ്ണം കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി എനിക്ക് ചെയ്യേണ്ടത് നിർബന്ധമായും ഞാൻ ചെയ്യണം എന്ന് പറയുന്ന പുസ്തകങ്ങൾ, എനിക്ക് തോന്നുന്ന, ആരെങ്കിലും പറയുന്നതല്ല, എനിക്ക് തോന്നുന്ന പുസ്തകങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഒരു കൊല്ലം 4-5 പുസ്തകങ്ങൾ ചെയ്ത വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാനൊരു ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റൊരു പുസ്തകമേ ചെയ്തുള്ളൂ. അതിന് മുമ്പത്തെ വർഷം ഒറ്റൊരു പുസ്തകമേ ചെയ്തുള്ളൂ. ഈ വർഷവും ഞാൻ അമൃതബ്രീതത്തിന്റെ സിലക്റ്റഡ് സ്റ്റോറീസ് ആണ് ചെയ്യുന്നത്. ആ ഒരു ബുക്കേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകൾ നമുക്ക് വരുത്തണമെങ്കിൽ നമുക്ക് ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരു എന്താ പറയുക, അതിനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ നമുക്കിപ്പോൾ റൈറ്റ്സ് എടുക്കുന്നത് വിവർത്തകരല്ല. റൈറ്റ്സ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ആളുകളുടെ റൈറ്റ്സ് എടുക്കുക എന്നുള്ളത്. അപ്പൊ റൈറ്റ്സ് എടുത്ത് ഇവിടെ വരുന്നതിൽ അതിൽ നിന്നല്ലേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ആഗ്രഹിക്കുന്ന പുസ്തകം ചെയ്യാം. അവിടെ എപ്പോഴും ഒരു കൺസ്ട്രെയിന്റ് ഉണ്ടാവും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഞാൻ കൂടി അംഗമായിട്ടുള്ള ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്, സമത എന്ന് പറഞ്ഞിട്ട്. സമത സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾക്കുള്ള പുസ്തകങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ഇല്ല. ഇതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന വിവർത്തനങ്ങൾ അത്ര നിഷ്കളങ്കമായിട്ടുള്ള വരുന്നൊന്നുമല്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പുണ്ട്. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെക്കാളും ഭരിക്കുന്നത് വിപണി തന്നെയാണ് ഭരിക്കുന്നത്. വിപണിയുടെ ഒരു പ്രഷറാണ്. ഒരു പുസ്തകം അവിടെ ഹിറ്റായി അല്ലെങ്കിൽ ഒരു നൊബേൽ സമ്മാനം കിട്ടി എങ്കിൽ ഉടനെ തന്നെ ആ പുസ്തകം ഇങ്ങോട്ട് വരും. അങ്ങനെയുള്ള ഈ വിപണിയുടെ വല്ലാത്ത പ്രഷറും കൂടി ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ചോയ്സ് ഒന്നും പറ്റില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈ അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് നമുക്ക് ചോയ്സുകൾ എടുക്കാൻ പറ്റും. പിന്നെ എഡിറ്റർമാരുടെ കാര്യം പറയാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവർത്തനത്തിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒറിജിനൽ പുസ്തകങ്ങളുടെ എഡിറ്റിംഗ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വിവർത്തനത്തിന്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവിടെ എഡിറ്റർ ചെയ്യേണ്ടത് ഈ പിന്നെ മൂലഗ്രന്ഥത്തിനോട് എത്രമാത്രം ഇതൊരു എന്താ പറയുക, വിശ്വസ്തത എന്ന് പറഞ്ഞിട്ട് വാക്ക് ഇപ്പോൾ ഒബ്സലീറ്റ് ആയി പോയി തിയറിയില്. എങ്കിലും അതിനോട് എങ്ങനെയാണ് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടോ, ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിച്ച് നമുക്കൊരു പ്രത്യേക ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ പോലും അതിലെ വാക്കുകൾ വിട്ടുകളയാനോ ഒന്നും വിവർത്തകന് അത്രയും സ്വാതന്ത്ര്യമൊന്നുമില്ല. അതൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എഡിറ്റർ. പക്ഷെ അത് മലയാളത്തിൽ അങ്ങനെ ഒരു എഡിറ്റർ എന്ന് പറയുന്നത് ഒറിജിനൽ പുസ്തകങ്ങൾക്ക് പോലും ഇല്ല. ഇപ്പൊ പിന്നെയാണ് വിവർത്തനങ്ങൾക്ക്. ഇപ്പൊ ഞാൻ ഒരു വിവർത്തനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റോടുകൂടി അച്ചടിച്ച് വന്നത് എനിക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ത് തെറ്റാണോ കൊടുത്തത് അത് അതേപോലെ തന്നെ വന്നിരിക്കും. അപ്പൊ അത് അതായത് വളരെ ലീഡിങ് ആയിട്ടുള്ള പബ്ലിഷിംഗ് ഹൗസസ് പോലെ. അതുപോലെ തന്നെ ആർട്ടിക്കിൾസും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ട് തന്നെ വരും. പിന്നെ പക്ഷെ ഈ എഡിറ്റർമാരെ ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളിൽ, ഇപ്പോൾ ബുക്കിന്റെ എഡിറ്റർ അല്ല, ഒരു പബ്ലിഷിംഗ് ഹൗസിന്റെ ഒരു എഡിറ്റർ ആണെന്ന് വിചാരിക്കുക. അവർക്ക് എപ്പോഴും നോട്ടം എന്ന് പറയുന്നത് വിപണിയായിരിക്കും. ഇപ്പോൾ പ്രിയ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരിക്കും ഒരു പബ്ലിഷിംഗ് ഹൗസ് ഒന്ന് പുറത്തു വരുന്ന പുസ്തകങ്ങൾക്ക്. അതിൽ മിക്കത് വിപണിയായിരിക്കും. ഇപ്പൊ വളരെ കുറച്ച് പുസ്തകശാലകളെ ഉള്ളൂ പിന്നെ എന്താ പറയുക, ഇന്ന പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നിൽക്കണം എന്ന് പറയുന്നത് വളരെ കുറച്ചല്ലേ ഉള്ളൂ, ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും. അപ്പൊ എഡിറ്റർമാർ ഇപ്പൊ എൻ്റെ ചില പുസ്തകങ്ങളുടെ തലക്കെട്ടുകൾ, പൊതുവെ ഞാൻ തലക്കെട്ടുകൾ വിവർത്തനം ചെയ്യാൻ ഞാൻ വളരെ മോശമാണ്. ടൈറ്റിൽസ് ഞാൻ ചെയ്യാറില്ല, ചെയ്യാണ്ട് അങ്ങ് വിട്ടുപോകും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശോഭാഡയുടെ സോഷ്യലൈറ്റ് ഈവനിങ്സ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. സോഷ്യലൈറ്റ് ഈവനിങ്സ്. അപ്പൊ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. അത് പക്ഷെ മലയാളത്തിൽ വന്നപ്പോൾ ആസക്തിയുടെ അത്താഴ വിരുന്നെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിപണിയാണ് നിശ്ചയിക്കുന്നത്. കാരണം ആസക്തി എന്നുള്ളൊരു വാക്ക് പൊതുവെ മലയാളി ഐഡന്റിഫൈ ചെയ്യുന്നത് വേറെ പല കാര്യങ്ങൾക്കുമാണ്. അതുകൊണ്ട് അത് വിപണി നിശ്ചയിച്ചു. ഉറപ്പായിട്ടും അതൊരു ആൺ എഡിറ്റർ ആയിരിക്കും അത് പേരിട്ടിട്ടുണ്ടായിരുന്നില്ല, ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി ഉണ്ട്. വായനയെ പറ്റി ഇപ്പോ കബനി മാം പറഞ്ഞതിലുണ്ടല്ലോ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ വിവർത്തകർക്ക് 2 തരം വായനയാണുള്ളത്. ഒന്ന്, ഒരു പുസ്തകം എന്താണെന്ന് അറിയാനും വായിക്കുന്നു, മറ്റേത് വിവർത്തനം ചെയ്യാനായിട്ട് വായിക്കുന്നു. അതുകൊണ്ട് തന്നെ വായന എത്രത്തോളം ഈ വിവർത്തനത്തില് സ്വാധീനിച്ചിട്ടുണ്ട്? വായന ഇല്ലാതെ വിവർത്തനം ഇല്ല. വല്ലാത്തൊരു ഈ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കണം, ആസക്തിയോടുകൂടി വായിച്ചാലേ അത് ഏതെങ്കിലും ഒരു അവസരത്തിൽ വിവർത്തനത്തിലേക്ക് നമ്മൾ ചെന്ന് എത്തുള്ളൂ.
ഞാനൊക്കെ വളരെ എന്താ പറയാ ഇൻഡിസ്ക്രിമിനേറ്റ് റീഡിംഗ് ആണ്, എന്തും വായിക്കും, എല്ലാം വായിക്കും, വായിക്കാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് പതുക്കെ ഈ ട്രാൻസ്ലേഷനിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പിന്നീട് സൂക്ഷ്മമായിട്ട് വായിക്കാൻ തുടങ്ങുന്നു. ഇവരുടെ പാശ്ചാത്തലം എന്താണ്, ഈ കഥാപാത്രങ്ങൾ മലയാളം തന്നെ ആയിരിക്കുമോ പറഞ്ഞിട്ടുണ്ടാവുക, മേ ബി നോട്ട്, ചിലപ്പം അവര് മറ്റേതെങ്കിലും രാജ്യത്തിലിരുന്ന് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. പിന്നെ ഈ വാക്കുകളുടെ ചില തിരഞ്ഞെടുപ്പുകളുണ്ട്. ഞാനിത് എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എക്സാമ്പിളാണ് ആനപ്രേമി എന്ന് പറയും നമ്മൾ. അതിന് പല വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാം. എലിഫന്റ്, ലവർ, എലിഫന്റ്, ടോഫൈൽ, എലിഫന്റ്, എഫിഷ്യനാഡോ, ഇങ്ങനെ പല വാക്കുകൾക്ക് നമുക്ക് കൊടുക്കാം ആനപ്രേമി എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും കേരളത്തിലെ ആനപ്രേമിയല്ല. കാരണം കേരളത്തെ അറിയാത്തൊരു വ്യക്തി അയാൾ വായിക്കുകയാണ് ഞാൻ എഴുതുന്നത്, ഓ ദിസ് മാൻ രാഘവൻ വാസ് എൻ എലിഫന്റ് ഓഫ് ഫയർ. അയാൾ ഉടനെ വിചാരിക്കും രാഘവൻ കാട്ടിലേക്ക് പോകുന്നു, ദൂരെ നിന്ന് ആനകളെ കാണുന്നു, ആനകളെ അവരുടെ എല്ലാ പ്രവൃത്തികളും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു, എലിഫന്റ്സിന്റെ ഹാബിറ്റ്സ് പഠിക്കുന്നു. ഇതാണ് എലിഫന്റ് ഓഫ് ഫയർ എന്ന് പറയുമ്പം അവർക്ക് കിട്ടുന്ന ഒരു ഇമേജ്. രാഘവൻ ചെയ്യുന്നതാവട്ടെ ആനകളെ ടോർച്ചർ ചെയ്യുന്ന പൂരപ്പറമ്പിലേക്ക് പോയിട്ട് അത് കണ്ടു നിന്ന് ചെണ്ട കൊട്ടുന്ന ആനയ്ക്ക് വലിയ പേടിയാണ്. മതം പൊട്ടുന്ന ആന അതൊക്കെ നോക്കി നിന്ന് ഇതാണ് ആനയോടുള്ള പ്രേമം എന്ന് അയാളും മാധ്യമങ്ങളും തെറ്റിദ്ധരിച്ചുകൊണ്ട് അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പട്ടമാണ് ആനപ്രേമി എന്ന്. അതായിരിക്കും ഞാൻ വളരെ ഇന്നസെന്റ് ആയിട്ട് എലിഫന്റ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് അല്ലേ. അപ്പം വായന മാത്രമല്ല, ഈ കൾച്ചറൽ റെസണൻസ് നമുക്ക് മനസ്സിലാവണം. അത് മനസ്സിലായില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ചിലപ്പോൾ അത് മിസ് ചെയ്ത് പോകാറുണ്ട് നമുക്ക്. ഷാഹിന റഫീഖിന്റെ മലയാളത്തിലുള്ള പുസ്തകത്തിന്റെ പേര് തീണ്ടാരി വണ്ടി എന്നാണ്. തീണ്ടാരി എന്നൊരു വാക്കിന്, മെൻസ്ട്രേഷൻ എന്നുള്ള വാക്കിന് കൂടെ തന്നെ തൊട്ടുകൂടാത്തത് കുറച്ചൊരു തീണ്ടാപ്പാടകലെ എന്നൊക്കെ പറയില്ലേ, അത് കൃത്യമായിട്ടുള്ള റെസൊണേറ്റ് ആയിട്ട് വരും. പക്ഷെ വെൻ ഐ റൈറ്റ് മെൻസ്ട്രൽ കൂപ്പേ, ഇംഗ്ലീഷിൽ അങ്ങനെ അത്തരത്തിലൊരു അൺടച്ചബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് അത് കൺവേ ചെയ്യുന്നില്ല. സോ ട്രാൻസ്ലേഷൻസിൽ എപ്പോഴും നമ്മൾ കുറച്ചൊക്കെ നമുക്ക് ലോസ് വരും, അത് വരാതെ നിവൃത്തിയില്ല. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ബന്ധങ്ങൾ. കേരളത്തിലൊക്കെ ഭാര്യ ഭർത്താവിനെ ഏട്ടാന്നൊക്കെ കയറി വിളിക്കും. ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? എൽഡർ ബ്രദർന്നോ, അല്ലെങ്കിൽ നമ്മൾ ഫുട് നോട്ട്സ് എഴുതി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഏട്ട എന്നുള്ള വിളി നമുക്കങ്ങ് മാറ്റാം. പക്ഷെ അപ്പൊ കഥാപാത്രത്തിന്റെ ഏജൻസി മാറുന്നു. ഏട്ട എന്ന് വിളിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമല്ല, ഫസ്റ്റ് നെയിം ബേസിസിൽ വരും. ഇത് എളുപ്പത്തിൽ പറഞ്ഞു പോകാം മലയാളത്തിൽ. അതേപോലെ തന്നെയാണ് ബന്ധങ്ങൾ. ഇപ്പൊ MT ഒക്കെ നോവൽ എടുക്കുന്ന ബന്ധങ്ങൾ സൂചിപ്പിക്കാൻ എളമയല്ല അമ്മായി, ഇത് മാട്രിലീനിയൽ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ഇത് വളരെ പ്രധാനമാണ്. ഇംഗ്ലീഷിൽ ആണ്ട് എന്നൊരു ഒറ്റ വാക്കേ ഉള്ളൂ, പിന്നീട് നമ്മൾ അങ്ങ് ചേർക്കുകയാണ് മെറ്റേണൽ ആണ്ട്, പെറ്റേണൽ ആണ്ട്. പിന്നെ പറയാറുണ്ട് ഇതൊക്കെ ഫുട് നോട്ട്സ് വെച്ച് കാര്യം നടത്താറുണ്ട്. പക്ഷേ ഹരീഷ് ത്രിവേദിയെ പോലെ ഗംഭീര ട്രാൻസ്ലേഷൻ തിയറിസ്റ്റ് അവർ പറയുന്നത് ഫുട് നോട്ട്സ് ദാറ്റ്സ് ലൈക്ക് ഫോളോയിങ് അറ്റ് ദ ഫീറ്റ് നോട്ട്സ്. ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിക്കുമ്പം ഫുട് നോട്ട്സ് ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് എന്റെ ഉത്തരവാദിത്വമല്ല എന്നുള്ള തരത്തിലാണ്. നമ്മളാണ് ഈ ഫുട് നോട്ട്സ് എഴുതി വായിക്കൂ, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചില ബുക്സ്, ചില പബ്ലിഷേഴ്സ്, ചില എഡിറ്റേഴ്സ് ഈ ഫുട് നോട്ട്സ് അനുവദിക്കാറില്ല. പിന്നെ നമ്മുടെ ഒരു നെഗോസിയേഷനാണ് ഹൗ യു ബിൽഡ് ഇറ്റ് ഇൻ ടു യുവർ ടെക്സ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് വെറുതെ വായിച്ചാൽ പോരാ, ഇവർ ഭാഷ മാറുമ്പോൾ ഇതെങ്ങനെ വായിക്കപ്പെടും എന്ന് നമ്മൾ ഒന്ന് ഗസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഏട്ട എന്നൊക്കെ പറഞ്ഞല്ലോ, ഇപ്പൊ മലയാളത്തില് നമ്മളിപ്പോ പ്രണയ പദങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ കരളെ അല്ലെങ്കിൽ എന്റെ പൊൻകുടമേ എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഹ്യൂമറും പറയാൻ വിട്ടുപോയതാണ്. മലയാളത്തിലാണ് എനിക്കൊന്ന് ഹിന്ദിയിലും കരളിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ എപ്പോഴും കാരണം ഇംഗ്ലീഷിൽ മൈ ലിവർ എന്ന് പറയില്ല, മൈ ഹാർട്ട്, മൈ സോൾ എന്നൊക്കെ. ഞാൻ ഓർക്കും മലയാളി പുരുഷൻ ഏറ്റവും അധികം അബ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗൻ കരളായതുകൊണ്ട് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമായിട്ട് മാറുന്നതായിരിക്കാം, അറിയില്ല. അതുകൊണ്ട് പിന്നെ സ്വർണത്തിനോടുള്ള നമ്മുടെ ഒരു ആസക്തി ഉണ്ട്. അതുകൊണ്ടായിരിക്കും തങ്കം, സ്വർണ്ണക്കുടമേന. അത് ലിറ്ററൽ ട്രാൻസ്ലേഷൻ നടന്നിട്ടുണ്ട് ചെമ്മീനിന്റെ. അനിത നായർ ട്രാൻസ്ലേറ്റ് മൈ ഗോൾഡൻ പോട്ട് എന്നൊക്കെ എഴുതി വെച്ചു. ഉടനെ ഇത് ഹ്യൂമറായിട്ട് മാറുകയാണ്.
endearment automatically turns into humor because നമുക്കിത് റെസൊണേറ്റ് ചെയ്യുന്ന പോലുമില്ല. ഹ്യൂമർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. കാരണം ടി ഡി രാമകൃഷ്ണൻ ഈ ഭാഷ കൊണ്ട് ഒരുപാട് ഗെയിംസ് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പൺസ്, കണ്ടമാനം പൺസ്, മെറ്റഫോഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ സാറിനോട് ചോദിക്കാറുണ്ട്, ഇത് ട്രാജഡി ആയിട്ട് മാറും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ വളരെ നൊട്ടോറിയസ്ലി ഡിഫിക്കൽട്ട് ടു ട്രാൻസ്ലേറ്റ് ഡയലക്റ്റ് ആണ്. ഒരു പ്രത്യേക പ്രാദേശിക ഭാഷാ ശൈലി, അത് വളരെ പ്രധാനവുമാണ്. കാരണം ജെൻഡർ റിഫ്ലക്റ്റ് ചെയ്യും, കാസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യും, റിലിജൻ റിഫ്ലക്റ്റ് ചെയ്യും. പ്രദേശം മാത്രമല്ല, ഇപ്പം ഇട്ടിക്കോടയിലെ ഒരു കഥാപാത്രമുണ്ട് ബെന്നി എന്ന് പറഞ്ഞിട്ട്. ബെന്നി സംസാരിക്കുന്നത് കുന്നംകുളം ഭാഷയാണ്. ഈ കുന്നംകുളം ഭാഷയ്ക്ക് ദർ ഇസ് നോ കറസ്പോണ്ടിങ് ഭാഷ ഇൻ ഇംഗ്ലീഷ്. ഞാൻ ഏതെങ്കിലും ഡയലക്റ്റ് എടുത്തിട്ട് കാര്യമില്ല. അവസാനം ഞാൻ ടി ഡിയോട് ചോദിക്കേണ്ടായി, ബെന്നിയെ നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങോട്ട് കൊന്നാലെന്താ? പിന്നീട് നമ്മൾ ആലോചിച്ചു ഇതിന് എന്താണ് ഒരു പ്രതിവിധി. അപ്പൊ പറയുന്നുണ്ട് കുന്നംകുളത്തുകാരനാണ്, ബിസിനസ്സുകാരനാണ്, ആറ്റിക്കുറുക്കിയ വാക്കുകൾ പോലും ഉപയോഗിക്കും. അതൊരു ക്ലൂ ആയിട്ട് എടുത്തിട്ട് സെന്റൻസസ് കുറച്ചുകൂടി ചെറുതാക്കി വലിയ ഇലാബറേറ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ അങ്ങനത്തെ ഒരു ടൊണാലിറ്റി കൊണ്ടുവന്നിട്ടാണ് ഇതിലേക്ക് ചെയ്തത്. വോൾഗയുടെ സ്വേച്ഛ എന്ന പുസ്തകം ഉണ്ടല്ലോ, അത് നമ്മുടെ എന്താ പറയാ, നമുക്ക് സാറ ടീച്ചറൊക്കെ ഓർമ്മ വരും. നമുക്ക് ഞാൻ ആ പുസ്തകം വായിച്ചതാണ്, വളരെ ആർത്തിയോടെ വായിച്ചതാണ് എന്നൊക്കെ പറയാം. കാരണം അത് ആ പുസ്തകം വായിക്കുമ്പോൾ അതൊരു വിവർത്തന കൃതിയാണ്, അല്ലെങ്കിൽ ഒരു മൊഴിമാറ്റം ചെയ്ത കൃതിയാണെന്ന് നമുക്ക് തോന്നില്ല. അത്രത്തോളം സ്ത്രീ അവസ്ഥകളും സ്ത്രീയുടെ ഇന്നും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ സമൂഹം എന്നും പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമാണ്. നേരത്തെ മാം സൂചിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് എൻ്റെതായ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതായത് ഈ ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ അത്രത്തോളം തിരഞ്ഞെടുത്തിട്ടാണ് ഒരു കൃതി വിവർത്തനത്തിന് എടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ വോൾഗയുടെ സ്വേച്ഛ എന്ന പുസ്തകം, സ്വേച്ഛ എന്ന പേര് തന്നെ ആ കാലഘട്ടത്തിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയ ഒരു വാക്ക് പോലുമാണല്ലോ. അതേപറ്റി, ആ അനുഭവത്തെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വിവർത്തനവും എനിക്ക് ഓരോ അനുഭവമാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കാൻ പറ്റാത്ത, നമ്മളിപ്പം കേരളത്തിൽ ഇന്നയാളുടെ മകളായി, ഇന്ന വീട്ടിൽ ജനിച്ചു, ഇന്നൊരു സാഹചര്യം ഉണ്ടായി, അതിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാതെ പോയ കുറേ ജീവിതങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ പേടിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഹിബിഷൻ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ പോയ ധൈര്യമില്ലായ്മ കൊണ്ട്, ഇങ്ങനെയുള്ള പല ജീവിതങ്ങളും നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അൾട്ടിമേറ്റ്ലി വായന അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പല ജീവിതങ്ങളാണ് ജീവിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അത് വളരെ രൂക്ഷമായി, ഇൻറ്റൻസായി, വളരെ ഡീപ്പായിട്ട് നമ്മളെ ജീവിക്കാനായിട്ട് ഒരു അവസരമാണ് ഈ വിവർത്തനം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും, പഴയ ഞാനേ അല്ല, അത് പ്രായം കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് കൂടിയത് കൊണ്ടും മാത്രമല്ല, ഇതുപോലെ പലരുടെയും ജീവിതത്തിലൂടെ കടന്നു പോയത് കൊണ്ടും പലതും വായിച്ചത് കൊണ്ടും പല വിവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടും ഒക്കെയാണ്. അപ്പൊ ഞാൻ ഈ പല ജോണറുകളും ചെയ്യുന്നത് തന്നെ നമ്മൾ ഈ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ എന്നെ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കാനാണ്. അങ്ങനെ പല പുസ്തകങ്ങളും ചെയ്ത് ഞാനൊരു ഒരു തലത്തിലെത്തിയപ്പോഴാണ് ഈ വോൾഗയുടെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പൊ സത്യം പറഞ്ഞാൽ വോൾഗ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഇവിടെ മലയാളത്തിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ആർക്കും അറിയുന്ന ഒരു എഴുത്തുകാരിയല്ല വോൾഗ. പക്ഷെ അവർ വലിയൊരു എഴുത്തുകാരിയും പിന്നെ സൗത്ത് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയും സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു വലിയ വലിയ എഴുത്തുകാരിയാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ഒരു ജീവിതവും അതുപോലെ തന്നെ എഴുത്തും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളെ കാണാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എഴുതുന്നത് ഒന്നായിരിക്കും, ജീവിക്കുന്നത് വേറെ ഒന്നായിരിക്കും. അങ്ങനെയാണുള്ളതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള റയർ ആയിട്ടുള്ള ആളുകളായിരിക്കും രണ്ടും ഒന്ന്. അപ്പൊ ഈ വോൾഗയുടെ പുസ്തകം ആദ്യം കിട്ടിയപ്പോൾ ഞാൻ അത് വിവർത്തനം ചെയ്യാനല്ല വായിച്ചത്. പക്ഷെ നമുക്കത്, ഞാനതിൻ്റെ ഇംഗ്ലീഷാണ്, തെലുങ്കിലാണ് ഒറിജിനൽ ഉള്ളത്, ഇംഗ്ലീഷിലാണ് വായിച്ചത്. ഇംഗ്ലീഷിലെ ക്വസ്റ്റ് ഫോർ ഫ്രീഡം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഇത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഇംഗ്ലീഷിലെ ഈ പറഞ്ഞതുപോലെ തന്നെ തെലുങ്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴുള്ള ചില വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ഈ ഭർത്താവിനെ വിളിക്കുന്നത് ചേട്ടാന്നാണോ അതോ ഫസ്റ്റ് നെയിം ആണോ വിളിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇംഗ്ലീഷിൽ വ്യക്തമല്ല. പക്ഷെ നമ്മളുടെ ഒരു അയൽ സംസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് തെലുങ്ക് അറിയാം, കാരിക പശ്ചാത്തലം എന്ന് അറിയുന്നത് കൊണ്ട് അത് ആ പരിമിതികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ പുസ്തകത്തിനുള്ള ഒരു വല്ലാത്തൊരു ശക്തിയുണ്ട്. 1980s എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് അത്. പെട്ടെന്ന് എനിക്കത്
നമ്മളുടെ ഏതൊരു സ്ത്രീക്കും അതിലൊരു കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു സന്ദർഭമോ ഒരു വാക്കോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനി വുമൺ ക്യാൻ ഡു ദാറ്റ്. ഭയങ്കര റിലേറ്റബിൾ ആണ്, എല്ലാവർക്കും പറ്റും. ഇതൊരു അരുണ എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരു കോളേജ് അധ്യാപികയുടെ കഥയാണ് അരുണ. അരുണയുടെ വീടെന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, അച്ഛൻ്റെ പെങ്ങള്, അതുപോലെ തന്നെ ഒരു ചേട്ടൻ, ചേട്ടൻ്റെ ഭാര്യ, ഇങ്ങനെയുള്ള വളരെ ട്രഡീഷണൽ ആയിട്ട്. അപ്പൊ അരുണ പറയുന്നുണ്ട്, അരുണ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നന്നായി ചിന്തിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അരുണ പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ ഒരു സാധനം ഒളിപ്പിച്ച് വെക്കാനുള്ള, സ്വകാര്യമായിട്ട് വെക്കാനുള്ള അവസരം പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം എല്ലാവരും തുറന്നു നോക്കും. സ്ഥലം, ഒരു സ്പേസ് ഇല്ല. അവൾക്ക് വേണ്ടി ഒരു റൂം പോയിട്ട് ഒരു സ്പേസ് പോലും ഇല്ല. എല്ലാതും വളരെയധികം ശ്രദ്ധിക്കുന്ന അച്ഛനും നിസ്സഹായമായിട്ടുള്ള അമ്മയും ഭയങ്കര പാട്രിയാർക്കിയും. അപ്പൊ അതൊന്ന് ഈ പഠിക്കുകയാണ്. അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അരുണ വിവാഹം കഴിക്കുന്നത്. അരുണയ്ക്ക് ഒരു ആളുമായിട്ട് പ്രണയബന്ധമുണ്ട്. അപ്പോൾ എപ്പോഴും കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തോട് അരുണ പറയുന്ന, അരുണയ്ക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നടക്കും ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയാന്നുള്ളതാണ്. അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുമ്പോഴൊക്കെ അരുണ പറയുന്നുണ്ട്, ഇല്ല, എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം വീട്ടിൽ നിന്നുള്ള അസ്വാതന്ത്ര്യത്തിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടാണ് അരുണ കല്യാണം കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പലരും, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ജനറേഷനിലുള്ള പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടോണ്ട്, കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും, നമുക്ക് വേറൊരു ലൈഫ് കിട്ടുമെന്ന്. ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചാണ്, കല്യാണം കഴിച്ചാൽ വേറൊരു ലൈഫ്, ഇതിൽ നിന്ന് മാറിയൊരു ലൈഫ്. അപ്പൊ ഒന്നാമത് വീട്ടിൽ നിന്ന് പോരാനായിട്ട് കല്യാണം. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായാൽ സ്വാതന്ത്ര്യമായി, ജോലി കിട്ടിയാൽ സ്വാതന്ത്ര്യമായി, സ്വന്തമായിട്ട് ശമ്പളം കിട്ടിയാൽ സ്വാതന്ത്ര്യമായി. ഇത് രണ്ടും കഴിഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിക്കുകയും എല്ലാം പറഞ്ഞുറപ്പിച്ച് എനിക്ക് ജോലിക്ക് പോകണം എന്നെല്ലാം പറഞ്ഞുറപ്പിച്ച് വിവാഹം കഴിക്കുകയും അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും അരുണയുടെ ഭർത്താവിൻ്റെ അമ്മ അവരുടെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അരുണ കോളേജിൽ പോകുന്നതും കോളേജിലെ ചില സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതും അതിന് പുറത്തിറങ്ങിയ ഒരു മാഗസീനിൽ ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടുള്ള ഒരു മാഗസീനിന്റെ ഒരു എഡിറ്റോറിയൽ ടീമിന്റെ ഭാഗമാവുന്നതും പതുക്കെ ഇതൊന്നുമല്ല സ്വാതന്ത്ര്യം. കല്യാണം കഴിച്ചാലോ ജോലി കിട്ടിയാലോ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് അരുണ വരുവാണ്. അപ്പൊ അരുണ അതില് ഈ സ്വേച്ഛയുടെ ആദ്യത്തെ വായനക്കാരിൽ ഒരാളാണ് ദൃശ്യ. അപ്പൊ 1980s എഴുതിയിട്ടുള്ള ഒരു പുസ്തകം എൻ്റെ തലമുറയ്ക്കും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 2 തലമുറ കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ ഒരു 5 വർഷമാണ് നമ്മൾ ഓരോ തലമുറയായിട്ട് കൂട്ടുന്നത്. അപ്പൊ 3-4 തലമുറ കഴിഞ്ഞിട്ടുള്ള ദൃശ്യക്ക് അത് സ്പർശിച്ചു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരു യൂണിവേഴ്സൽ. ഇപ്പൊ ഷേക്സ്പിയറിന്റെ കൃതികൾ നമ്മളിപ്പോഴും വായിക്കുന്നത് ഒരു യൂണിവേഴ്സൽ അപ്പീൽ ഉള്ളത് കൊണ്ടാണ്, അതിലുള്ള ഇമോഷൻസ് യൂണിവേഴ്സൽ ആയതുകൊണ്ടാണ്. അപ്പൊ അത് സ്പർശിച്ചു എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു കേമത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ അവസാനം അരുണ ഈ പുറത്തിറങ്ങിയിട്ടുള്ള ഇപ്പൊ സോഷ്യൽ കോഴ്സിന് പോകുമ്പോൾ ഈ മാഗസീൻസ് ഒക്കെ ഇറക്കുന്ന ആളുകളുണ്ടല്ലോ എഡിറ്റോറിയൽ ടീമില്, അപ്പോൾ അവരുടെ കൂടെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാനായിട്ട് പോവും. ഒരു സെക്ഷൽ അബ്യൂസ് വിക്ടിമിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോവും. ഇത് വീട്ടിൽ അറിയും, വലിയ പ്രശ്നമാവുകയും അപ്പൊ നിനക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ, ജോലിയുണ്ട്, കുട്ടിയുണ്ട്, വീടുണ്ട്, സഹായിക്കുന്ന ഭർത്താവുണ്ട്, എന്തിനും നീ പുറത്തുള്ള കാര്യങ്ങൾ നോക്കണം എന്ന് പറയുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഉടനെ തന്നെ ഇവര് ഈ എഡിറ്റോറിയൽ ടീമിലത്തെ പുരുഷന്മാരെല്ലാവരും വീട്ടിലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ വരണ്ട കേട്ടോ എന്ന് പറയുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് ഭയങ്കര ഒരു റിയലൈസേഷൻ ആവുകയും അങ്ങനെ അവസാനം അരുണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യാണ്. അപ്പൊ അതായത് നമ്മൾ തീരെ സ്വാതന്ത്ര്യം ഇല്ലാത്തവര്, അതായത് സോ കോൾഡ് സ്വാതന്ത്ര്യം ഇല്ലാത്തവർ പുറത്തിറങ്ങുന്നതും ഒരു മിഡിൽ ക്ലാസ് ഒരു കോളേജ് അധ്യാപിക, വലിയ പ്രത്യേകിച്ച് അബ്യൂസ് ഒന്നും ചെയ്യാത്ത ഒരു ഭർത്താവുള്ള ഒരു കുട്ടിയുള്ള ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നത് വലിയ വ്യത്യാസമാണ്. ഇത് 1980s വലിയ വിപ്ലവം ഉണ്ടാക്കി ആന്ധ്രാപ്രദേശില്. ഇപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ എഴുത്തുകാരിയുടെ സ്വകാര്യ ജീവിതത്തെ തന്നെ ആക്രമിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറുകയും ഒരു 2 പതിറ്റാണ്ട് കാലത്തോളം വലിയ വലിയ ഡിബേറ്റുകൾ നടക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നതിനേക്കാളും മുൻപ് അവരോട് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിവർത്തനം ചെയ്യാനുള്ള ഞങ്ങൾ തമ്മിൽ ഒരു റപ്പോർട്ട് ഉണ്ടായതിനു ശേഷമാണ്. അവരൊരു 70s പ്രായമുള്ള ഒരു സ്ത്രീയാണ് വോൾഗ. അവരുടെ ശരിക്കും പൂരി ലളിതകുമാരി എന്നാണ് അവരുടെ ശരിക്കുള്ള പേര്. അവരുടെ ചേച്ചി മരിച്ചുപോയി. ചേച്ചിയുടെ പേരാണ് വോൾഗ എന്ന്. അവര് കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ചേച്ചിക്ക് പേര്. അപ്പൊ ആ ചേച്ചിയുടെ പേര് അവര് പെണ്ണയുമായിട്ട് സ്വീകരിച്ചതാണ്. അപ്പൊ ഞാൻ ഇവര് വീട്ടിലേക്ക് വിളിക്കുകയും ഞാൻ സെക്കന്ദരാബാദിൽ ഇവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ ഇവരുടെ ഒരു ജീവിതമുണ്ട്. അതായത് SFIയിൽ തുടങ്ങിയ പൊളിറ്റിക്കൽ ആക്ടിവിസം, പിന്നെ അവർ CPI MLലേക്ക് മൂവ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അതൊന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് അവര്
പിന്നെ ഒരു അസ്മിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO. അതാണ് ഇപ്പം ഈ ദൃശ്യ പറഞ്ഞത്, ഒരു സാറ ടീച്ചർ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുക. അസ്മിത എന്ന് പറഞ്ഞിട്ടൊരു NGO തുടങ്ങും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള. അത് താഴെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, മദ്യനിരോധനത്തിന് വേണ്ടിയിട്ട്, പുസ്തകങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു വലിയൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട് സ്ത്രീ എഴുത്തുകാർക്ക് വേണ്ടിയിട്ട്. അന്ന് സ്ത്രീ എഴുത്തുകൾ വല്ലാതെ ആക്രമിക്കപ്പെട്ട, അപ്പോൾ സ്ത്രീ എഴുത്തുകാർക്ക് വേണ്ടിയിട്ട് ഒരു നടത്തി. പിന്നെ അതുപോലെ തന്നെ അവരൊരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്, വൻറ്റിൻ്റെ മനുഷി, അതായത് അടുക്കളക്കരി എന്നാണ് മലയാളത്തിൽ അർത്ഥം ഈ തെലുങ്ക് വേർഡിന്റെ. അങ്ങനെ നടത്തുകയും അവരുടെ ഹസ്ബൻഡും എഴുത്തുകാരനാണ്, പിന്നെ ലൈഫ് പാർട്ട്ണർ കുടുംബറാവു എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഫെസ്റ്റിവലിൽ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിലേക്ക് ആദ്യമായിട്ടായിരിക്കും അവരെ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പുറത്ത് ഇത്രയും വലിയ, നമ്മൾ അറിയുന്ന നമ്മുടെ തൊട്ട് സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു എഴുത്തുകാരി, അതും ജീവിതവും എഴുത്തും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തൊരു എഴുത്തുകാരി ഉണ്ടെന്ന് പറയണത്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, വോൾഗ വിവർത്തനം ചെയ്യുന്നതിന് മുമ്പും പിമ്പും എന്ന് പറയുന്നത് എൻ്റെ ഒരു രാഷ്ട്രീയ ബോധ്യത്തെ വേർതിരിക്കാമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അപ്പോൾ അത് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് വോൾഗ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചോദിക്കാൻ പറ്റും, ഭർത്താവിന് എന്താണ് വിളിക്കുന്നത്, അദ്ദേഹം എന്നാണോ എഴുതേണ്ടത്, അതോ ഏട്ടാന്നാണോ എഴുതേണ്ടത്? അപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊന്നും പേരൊന്നും വിളിക്കില്ല, പേരല്ല വിളിക്കുന്നത്, അദ്ദേഹം തന്നെയാണ് അന്നത്തെ കാലത്ത് വിളിക്കുക. എനിക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റി. അതിൽ ഒരുപാട് തെലുങ്ക് റെഫറൻസസ്, പിന്നെ പാട്ടുകാരുടെ പേരുകൾ, എഴുത്തുകാരുടെ പേരുകൾ, വാക്കുകൾ ഒക്കെയുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ ഒരു എക്സാക്ട് മീനിങ്, അതായത് കൾച്ചറൽ മീനിങ് ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എക്കിൻ ടു തെലുഗു മീനിങ് എനിക്ക് ചെയ്യാനായിട്ട് അതിൽ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം കൂടി ആ പുസ്തകത്തിനുണ്ട്. പ്രിയ പറഞ്ഞതുപോലെ തന്നെ വിവർത്തനത്തിൽ എന്തായാലും കുറച്ച് നമുക്ക് അതേപോലെ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്, തെലുങ്ക് ജനത എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ജനതയാണ്, ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഒരു മുഴുവൻ എത്രയാണ് അത് കുറയുന്നത്, അതിൻ്റെ ഒരു ശതമാനം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ വിവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന ഗുണത്തേക്കാൾ എത്രയോ കുറവാണ് ഇതിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വോൾഗ വായിക്കണം എന്നും കൂടി ഞാൻ പറയുന്നു. വോൾഗയുടെ സ്വേച്ഛ, ഇപ്പൊ ഈ ക്വസ്റ്റ് ഫോർ ഫ്രീഡം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ടൈറ്റിലാണ്, തെലുങ്കിൽ അത് സ്വേച്ഛ എന്നായിരുന്നു. അപ്പൊ നമ്മൾ മലയാളത്തിലേക്ക് വന്നപ്പോൾ സ്വേച്ഛ എന്നാക്കി. കാരണം അത് വലിയ ശക്തിയുള്ള ഒരു വേർഡാണ് സ്വേച്ഛ എന്ന് പറഞ്ഞാൽ, സ്വന്തം ഇച്ഛ എന്നുള്ളതാണ്. ഇതല്ലാതെ നമുക്ക് പിന്നെ ഞാനും വോൾഗയും കൂടി പിന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു സന്തോഷവും പിന്നെ ഒരു സംതൃപ്തിയും കൂടി എനിക്ക് ആ വിവർത്തനത്തിൽ കിട്ടിയിട്ടുണ്ട്. പ്രിയ മാമിനോടാണ്. ഇപ്പോ കബനി മാം പറഞ്ഞല്ലോ, വോൾഗയുടെ ജീവിതവും ആ കൃതിയും തമ്മിൽ വളരെയേറെ സാമ്യത നിറഞ്ഞതാണ്. എന്നാൽ മാമിന്റെ വിവർത്തനത്തിലെ TD രാമകൃഷ്ണന്റെ കൃതികളിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണല്ലോ. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ TD ആണോ ഇത് എഴുതിയത്, അങ്ങനെ തോന്നുമല്ലോ. അപ്പം അതെങ്ങനെയാണ് ആ വിവർത്തനത്തിൽ ഉണ്ടായ അനുഭവങ്ങളൊന്ന് പറയാമോ? TD രാമകൃഷ്ണൻ നോവലുകൾ ഇവിടെ മിക്കവാറും എല്ലാവരും മലയാളത്തിൽ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നെ ആദ്യമായിട്ട് TD കണ്ടപ്പോൾ പറഞ്ഞത്, ഞാൻ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ, എനിക്ക് തോന്നുന്ന കാനിബോളിസത്തെ പറ്റിയൊക്കെ എഴുതിയോണ്ട് ഇനി വിവർത്തക പേടിച്ച് പോണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ പച്ചക്കറി മാത്രമേ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് TD തുടങ്ങുന്നത് തന്നെ. TD നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഈ ജെൻഡർ പൊളിറ്റിക്സ് കൃത്യമായിട്ട് അവിടെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. പലരും എൻ്റെ ഭർത്താവിനോട് വന്ന് ചോദിച്ചു, സാറിന്റെ വൈഫ് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സാറിനൊന്നും പറയാനില്ലേ? കാരണം TD വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സെക്ഷുവൽ എൻകൗണ്ടേഴ്സിനെ പറ്റി എഴുതാറുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡിനോടാണ് ചോദ്യം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ ഭാര്യ ഇതൊക്കെ എഴുതുമ്പം, ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം എന്നുള്ളത്. എന്നോടും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയും, എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആകെയുള്ള ബേജാറ് ഇതിനുള്ള കൃത്യമായ ഇംഗ്ലീഷ് പദം എന്താണെന്ന് അന്വേഷിക്കല് മാത്രമാണ് എന്നെ വറി ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ആ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലായത് എന്തൊരു സങ്കുചിതമായ മനോഭാവത്തോടെയാണ് നമ്മൾ ഇന്നും എഴുത്തിനെ കാണുന്നത്. പണ്ട് മാധവിക്കുട്ടി പറയണ്ടായി, എനിക്ക് കത്തുകൾ എഴുതിയാൽ മാധവിക്കുട്ടി ഒരു ചീത്ത സ്ത്രീന്ന് മാത്രം ഇംഗ്ലണ്ടിൽ എഴുതിയ പോസ്റ്റ്മാൻ തെറ്റുകൂടാതെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും എന്നൊരു ഇന്റർവ്യൂവിൽ പണ്ട് അവർ പറയണ്ടായി. അവിടുന്ന് വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല, ഈ പറഞ്ഞതുപോലെ TD ഫിക്ഷൻ എഴുതുന്ന ആളാണ്. വൈൽഡസ്റ്റ് ഇമാജിനേഷൻസിലൂടെ സഞ്ചരിച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാൻവസിൽ വലിയ ലോകങ്ങളെ പറ്റി എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരിക്കലും എൻ്റെ രാഷ്ട്രീയം, അത് പൊളിറ്റിക്കൽ ആവട്ടെ ജെൻഡർ പൊളിറ്റിക്സ് ആവട്ടെ, ഫോർ സം റീസൺ അത് ഞാൻ എൻ്റെ ട്രാൻസ്ലേഷൻ എന്നൊരു മേഖലയിലേക്ക് കൊണ്ടുവരാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത്
ആകെ കൂടി ഞാൻ ഒരു പരിശ്രമം നടത്തിയത്, വേറെ ഐ വാണ്ടഡ് ഒരു ഒരു റെസിസ്റ്റൻസ് വേണമെന്ന് തോന്നിയത് വിനിൽ പോളിന്റെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ്. ഒരു വളരെ ആക്സിഡന്റലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കളക്ഷൻ ഓഫ് എസ്സേസ് റൂട്ട്ലെഡ്ജ് ഒരു ആന്തോളജിക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ചില ആർട്ടിക്കിൾസ് അയച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിനിൽ പോൾ എന്നുള്ള ഹിസ്റ്റോറിയനെ മീറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് പ്രായമുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് വിനിൽ ഇസ് എ യങ് റിസർച്ചർ എന്ന്. എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം കേരളത്തിനെ പറ്റി നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ ഇറേസ് ചെയ്ത് പോയ പല മെമ്മറീസ് ഉണ്ട്. അതിനെയൊക്കെ പറ്റി ഗംഭീരമായിട്ട് എഴുതുന്ന ഒരു ഹിസ്റ്റോറിയനാണ് വിനിൽ പോൾ. പക്ഷെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. ഇംഗ്ലീഷിൽ എഴുതുന്ന രാജാക്കന്മാരുടെ ചരിത്രം എഴുതുന്ന ഹിസ്റ്റോറിയൻസിനെയാണ് നമ്മൾ ഇന്നും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൽ പല പുസ്തകങ്ങളും വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പലതും 10ാം ക്ലാസ്സിൽ ഞാൻ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് വളരെ സ്കാറ്റേർഡ് ആയിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ ഹിസ്റ്റോറിയൻസ് ഇന്നും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പെർഹാപ്സ് അവർ ഇംഗ്ലീഷിൽ എഴുതുന്നതുകൊണ്ടായിരിക്കാം. അപ്പം അത് ഞാൻ എൻ്റെ ഒരു മിഷൻ ഇൻ ലൈഫായിട്ട് എടുത്ത് ഞാൻ വിനിലിനോട് അങ്ങോട്ട് ചെന്ന് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മഞ്ചാടിക്കരി റെഡി ഫോർ പബ്ലിക്കേഷൻ ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സോ ജെൻഡറായിട്ടല്ലെങ്കിലും മറ്റു തരത്തിലൊരു രാഷ്ട്രീയം എനിക്ക് തോന്നി ഇത് വിനിൽ വായിക്കപ്പെടണം. കേരളത്തിൽ മാത്രം വായിച്ചാൽ പോരാ, പുറത്തുള്ള ആൾക്കാരും അംഗീകരിക്കണം. അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ സത്യം പറഞ്ഞ ഭാഷ അതൊരു കോമൺ ലാംഗ്വേജിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളൊരു പരിശ്രമം മാത്രമേ ഉള്ളൂ. TDR ഫിക്ഷന്റെ ലോകത്തിൽ നിൽക്കുന്നതാണ്. ഞാൻ ചെയ്തിട്ടുള്ള മിക്കവാറും റൈറ്റേഴ്സ് മെയിൽ റൈറ്റേഴ്സാണ്. ആകെ കൂടി ഒരു ഫീമെയിൽ റൈറ്ററെ ഞാൻ ഷാഹിന റഫീഖിനെ മാത്രമേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ മോണിക് വിറ്റിഗ് എന്നിപ്പോ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഇരിക്കുന്നതുകൊണ്ട് പറയാണ്, മോണിക് വിറ്റിഗിനെ പോലത്തെ ഫ്രഞ്ച് എഴുത്തുകാര് വിമൻസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പം പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഒരു സത്ത മനസ്സിലായിട്ടില്ല. പക്ഷെ ഇത്രയും എഴുത്തുകാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഷാഹിനയിലേക്ക് എത്തുമ്പോഴാണ് വിമൻസ് ലാംഗ്വേജിന്റെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ലേഷന് വേണ്ടി വായിക്കുമ്പോഴാണ് വളരെ ഡീപ്പായിട്ട് നമ്മൾ വായിക്കുന്നത്, ന്യൂവാൻസസിലേക്കും ഷെയ്ഡ്സ് ഓഫ് മീനിങ്ങിലേക്കും ഇറങ്ങി പോകുന്നത്. അപ്പമാണ് ഈ വിമൻസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. വാക്കുകൾ കുറേ കൂടി ഫ്ലൂയിഡ് ആണ്, സെന്റൻസസ് ഓപ്പൺ എൻഡഡ് സെന്റൻസസ് ആണ്, കുറേയും കൂടി ആഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു എഴുത്താണ്. ഇത്തരം തിരിച്ചറിവുകൾ തരുന്നതും ഒരു പക്ഷേ ട്രാൻസ്ലേഷൻ തന്നെ ആയിരിക്കാം. ഇനി ഈ ട്രാൻസ്ലേഷൻ എത്ര കാലം എന്നെ പോലത്തെ ആൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും ഒരു ഡൗട്ട്ഫുൾ ആണ്. കാരണം ടെക്നോളജി വളരെ സ്ട്രോങ് ആയിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഒരു 10 കൊല്ലത്തിൽ 10 എടുക്കുമെന്ന് അറിയില്ല, അത് ഞാൻ ഒന്ന് കൂട്ടി പറഞ്ഞതാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിൽ റീപ്ലേസ് ദ ട്രാൻസ്ലേറ്റർ. ഇപ്പം AI-ക്ക് വേണ്ടത്ര ഡേറ്റ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. AI ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് അല്ലേ. ഒരു കുട്ടി സ്കൂളിൽ പോകുന്നു, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, കുറച്ചുകൂടി വലുതാകുമ്പോൾ ഈ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നു. AI ഇൻഫർമേഷൻ പ്രോസസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ AI-ക്ക് ബുദ്ധിമുട്ടാവുന്നത്. ഇന്നും നിങ്ങൾ ഷീമ കൊന്ന എന്നുള്ളത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടാൽ കിൽഡ് ബൈ ഷീമ എന്ന് വരും. സേ നോ ടു ആൽക്കഹോൾ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടാൽ മദ്യത്തോട് ഒന്നും പറയരുത് എന്ന് വരും. ഇത് AI കൃത്യമായിട്ടുള്ള ഡേറ്റ ക്യാപ്ചർ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ടൈം വിൽ കം വെൻ AI വിൽ ഹാവ് ഇനഫ് ഡേറ്റ. അന്ന് ഗംഭീര ട്രാൻസ്ലേഷൻസ് ഇറങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പൊ തന്നെ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഒരു LSTM ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്. ഈ ന്യൂറൽ നെറ്റ്വർക്കിന് കണ്ടമാനം സയൻസ് ഫിക്ഷൻ മൂവീസിന്റെ സ്ക്രിപ്റ്റ് കൊടുത്തു. 2015 ബെഞ്ചമിൻ തനിച്ചൊരു സ്ക്രിപ്റ്റ് എഴുതുകയാണ്, സൺസ്പ്രിങ് എന്ന് പറഞ്ഞൊരു കഥയുടെ. So things are changing very fast. Translation will be definitely taken over by technology എന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. മാം ഇവിടെ AI പറ്റിയൊക്കെ സൂചിപ്പിച്ചത് കൊണ്ടാണ് വിവർത്തനത്തിന്റെ പുതിയ പ്രവണതകളെ പറ്റി എന്താണ് പറയാനുള്ളത്? മാത്രമല്ല ഈ AI ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വല്ല ആശങ്കയുണ്ടോ വിവർത്തകർക്ക്? ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പലതരം വിവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വിപണിയുടെ പ്രഷർ കൊണ്ടുണ്ടാവുന്നത്, വെറും വായനയ്ക്കുള്ളത്, ഒരു പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വിവർത്തനം ചെയ്യുന്നത്, ഗഹനമായിട്ടുള്ള വായനയ്ക്ക് വേണ്ടത്, ഇങ്ങനെ പലതരം വിവർത്തനങ്ങളുണ്ട്. ഈ വിവർത്തനങ്ങളിൽ തന്നെ ഇപ്പോൾ വെറും വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള വിവർത്തനങ്ങളൊക്കെ AI-ക്ക് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇപ്പൊ തന്നെ ചെയ്യാം.
ഒരു നാസൻ സ്റ്റേറ്റിലാണെങ്കിൽ പോലും ചെയ്യാവുന്നതേ ഉള്ളൂ. വെറും വായനയ്ക്ക് അല്ലെങ്കിൽ അത്ര ഡീപ്പ് അല്ലാത്ത, അത്രയും ഇമോഷൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത, കോംപ്ലക്സ് അല്ലാത്ത ഈ ഒരു സട്ടിലിറ്റീസ് ന്യൂവാൻസസ് ഒക്കെ കുറഞ്ഞിട്ടുള്ള, ഈ കൾച്ചറൽ റെഫറൻസസ് കുറഞ്ഞിട്ടുള്ള, അതും ഈ പ്രിയ പറഞ്ഞതുപോലെ തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ AI ഒരു കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആവുമ്പോൾ, ഇപ്പൊ അതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചില വാക്കുകളുടെ ഒരർത്ഥമേ അറിയൂ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അർത്ഥമേ അറിയൂ. ഇതിന് കുറച്ചും കൂടി കാലം കഴിഞ്ഞ് ഇത് ഡാറ്റ പെട്ടെന്ന് ശേഖരിക്കുമല്ലോ. അപ്പൊ പലതരത്തിലുള്ള കോണ്ടെക്സ്റ്റുകളാണെങ്കിൽ കുറേ കൂടി അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിപ്പം ഈ ഒറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് തന്നെ നമ്മൾ അത് ചെയ്യേണ്ട ഈ കോവിഡ് വന്നതോട് കൂടിയിട്ടാണല്ലോ. ഞാനൊക്കെ ഗൂഗിൾ പേ ഒക്കെ എടുത്തത് കോവിഡ് വന്നതോട് കൂടിയിട്ടാണ്. അതൊന്നും നമുക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ആർക്കും ഒരു ഉറപ്പും ഇല്ലായിരുന്നു. ഇത് ആളുകൾ ചെയ്യുമോ, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരില്ലേ, പിന്നെ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരില്ലേ എന്നൊക്കെയായിരുന്നു നമ്മളുടെ അല്ലെങ്കിൽ എല്ലാ കടയിൽ പോയി എന്ത് ചെയ്യും, മീൻ മേടിക്കാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ചോദിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പൊ എൻ്റെ കയ്യിൽ 10 പൈസ ഉണ്ടാവാറില്ല. ചില അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വാഹനത്തിൽ കയറുകയോ ഇനി എങ്ങാനും ഓട്ടോ വിളിക്കുകയോ എന്തെങ്കിലും, അപ്പം ഞാൻ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പിന്നെ ഫോണുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഓഫീസിൽ വാഹനമുണ്ട്, എന്നെ കൊണ്ടാക്കും, ഇതൊന്നും ഇല്ലാത്ത ചില സമയങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 10 പൈസ ഇല്ല എന്നുള്ളൊരു സംഗതിയാണ്, നമ്മൾ വെക്കുന്നേ ഇല്ല. അപ്പൊ ആ ഒരു എക്സ്ട്രീമിലേക്ക് പോയി. അതായത് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കുക മാത്രമല്ല, ഒരു പൈസയും കയ്യിൽ സൂക്ഷിക്കാത്ത രീതിയിൽ ഇപ്പൊ കോവിഡൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഈ AIയും ഇതുപോലെ കോണ്ടെക്സ്റ്റുവൽ മീനിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെറും വായന, ഗഹനമല്ലാത്ത പുസ്തകങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട് അതിന് പറ്റും. അപ്പോഴും ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള കാര്യങ്ങളിൽ മനുഷ്യർ തന്നെ വേണ്ടി വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം മാത്രമേ വെച്ച് പുലർത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രാൻസ്ലേഷൻ തന്നെ പല രീതിയിൽ, ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ ഏതെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങൾ എടുത്ത് വായിച്ചറിയും, ചിലതൊക്കെ ഭയങ്കര മോശമാണ്. ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് ചെയ്യുന്നവരുണ്ട്, അതിനു മുൻപ് വെറുതെ ചറപറാന്ന് പറക്കി എഴുതുന്നവരുണ്ട്. അങ്ങനെ ഈ ഒരു ട്രാൻസ്ലേറ്റേഴ്സിന്റെ ഇടയിൽ തന്നെ ക്വാളിറ്റി ഉള്ളവരും ഡെഡിക്കേഷൻ ഉള്ളവരും വെറുതെ ചെയ്യുന്നവരും. ഇപ്പൊ മലയാളം ഇംഗ്ലീഷും അറിയുന്നത് കൊണ്ട് മാത്രമൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഇംഗ്ലീഷിലേക്കും ഉണ്ട്, തിരിച്ച് മലയാളത്തിലേക്കും ഉണ്ട്. വളരെ പിന്നെ അലക്ഷ്യമായിട്ട് ചെയ്യുന്നതും ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻസിനും പിന്നെ ട്രാൻസ്ലേറ്റേഴ്സ് ഒട്ടും വേണ്ടി വരില്ല. പുതിയ പ്രവണതകൾ ഇത് ഒഴിച്ചു നിർത്തി ഏടെ അല്ലാതെ പുതിയ പ്രവണതകൾ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ട്രാൻസ്ലേറ്റേഴ്സിന് ഒരു അപ്പർ ഹാൻഡ് ഉറപ്പായിട്ടും വന്നിട്ടുണ്ട്. പണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകങ്ങൾ ഇറക്കുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആമുഖം ഉണ്ടാവില്ല, ഒരു കുറിപ്പ് ഉണ്ടാവില്ല, ഒന്നുമില്ല. ട്രാൻസ്ലേഷൻ അങ്ങ് വരും. അതായത് ആ പുസ്തകത്തിന്റെ ഒരു വേറെ പതിപ്പാണെന്നുള്ള നിലയ്ക്കാണ് ഇവിടെ എല്ലാവരും പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പം അറിയാം, നമുക്ക് വിവർത്തകരുടെ കുറിപ്പ്, വിവർത്തകർ അവരുടെ അനുഭവങ്ങൾ പറയുന്നു, കോണ്ടെക്സ്റ്റ് മാറ്റിയത് പറയുന്നു, സട്ടിലിറ്റീസ് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് പറയുന്നു, വിവർത്തകരുടെ പേര് ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ട് കവറിൽ തന്നെ അച്ചടിക്കുന്നു. അങ്ങനെ പല വിവർത്തകരുടെ പെർസ്പെക്റ്റീവ്സ് വേറെയാണ്, അവർ അസേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു വ്യത്യാസം ഇതൊരു കൾച്ചറൽ സ്റ്റഡീസിന്റെ ഭാഗമാണെന്നുള്ളതും ഇപ്പൊ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഈ വിവർത്തനത്തിനും വിവർത്തകർക്കും വലിയ ഇമ്പോർട്ടൻസ്. ഞാനൊക്കെ വിവർത്തനം ചെയ്തു തുടങ്ങുന്നത് ഒരു 20 കൊല്ലത്തിന് അപ്പുറത്താണ്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ലേഷൻസിനൊന്നും ട്രാൻസ്ലേഷന് പ്രാധാന്യമുണ്ട്. കാരണം ട്രാൻസ്ലേഷൻ എല്ലാവരും വായിക്കും. ട്രാൻസ്ലേഷൻസ് വായിക്കാത്ത ഒറ്റ മലയാളികൾ പോലും. നമ്മളിപ്പോൾ മാർക്കേസിനെ ഒന്നും ഒറിജിനൽ ലാംഗ്വേജിലല്ലല്ലോ വായിച്ചത്, ഇംഗ്ലീഷിൽ പോലും അല്ല വായിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പൗലോ കൊയ്ലോ എന്നൊക്കെ പറയണതൊക്കെ എല്ലാവരും നമ്മൾ മലയാളത്തിലാണ് വായിച്ചിരിക്കുന്നത്. പക്ഷെ ട്രാൻസ്ലേഷൻ ആ ഒരു രീതിയിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കുമ്പോഴും ട്രാൻസ്ലേറ്റേഴ്സിന് ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു കാലത്തുനിന്ന് മാറിയിട്ട് എല്ലാവരും അസേർട്ട് ചെയ്യുകയും എല്ലാ ട്രാൻസ്ലേറ്റേഴ്സിനും അവരവരുടേതായ ഒരു സ്റ്റൈലുള്ള ഒരു കാലത്തിന്റെ ആ ഒരു പുതിയ പ്രവണതകൾ പുതിയതല്ല, കുറച്ച് കാലമായിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ വിവർത്തകർക്ക് ആശ്വസിക്കാം. കാരണം AIക്കൊന്നും ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ. ട്രാൻസ്ലേറ്ററിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുമ്പോഴേ നിങ്ങൾ ഒർഹാൻ പാമുക്ക് എന്നൊരു റൈറ്റർ ഉണ്ട്, ടർക്കിഷ് റൈറ്ററാണ്. ഒരുപാട് കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് പാമുക്ക് എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നു എന്നാണ്. ഞാൻ ട്രാൻസ്ലേഷനിലേക്ക് തിരിഞ്ഞപ്പോഴാണ് പിന്നീട് ഇത് ശ്രദ്ധിച്ച് വായിക്കാൻ തുടങ്ങിയത്. ഒരു 5-6 നോവല് ഗംഭീരമായിട്ടുള്ള എഴുത്താണ്. അന്നൊക്കെ മൗറീൻ ഫ്രീലി എന്ന് പറഞ്ഞ ഷീ വുഡ് കോൾ ഹെർസെൽഫ് എ ഷാഡോ ട്രാൻസ്ലേറ്റർ, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നീട് പെട്ടെന്ന് ഒരു പുസ്തകം വന്നു, റെഡ് ഹെയർഡ് വുമൺ എന്ന് പറഞ്ഞിട്ട്.
ഞാൻ വായിക്കാൻ തുടങ്ങി, പക്ഷെ ഒരു പേജിന്റെ അപ്പുറം വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത് പാമുക്കാണോ, പാമുക്ക് ഇതിങ്ങനെയല്ലല്ലോ. പിന്നീടാണ് മനസ്സിലായത് അതൊരു ടർക്കിഷ് ഡിപ്ലോമാറ്റായ എറിൻ ഒൾക്ലാപ്പ് എന്ന് പറഞ്ഞ ടർക്കിഷ് റൈറ്ററാണ്. ഇത് വളരെ മാറ്റം വരികയാണ് പാമുക്കിന്റെ ശബ്ദത്തിന്. അപ്പോഴാണ് നമ്മളൊരു ട്രാൻസ്ലേറ്ററിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. കാരണം എഴുതുന്നത് പാമുക്ക് തന്നെയാണ്, പക്ഷെ ഞാൻ വായിക്കുന്നത് 2 തരം പാമുക്കുകളെയാണ്. മൗറീൻ ഫ്രീലി എനിക്ക് തന്ന പാമുക്കിനെ അല്ല റെഡ് ഹെയർഡ് വുമണിൽ എനിക്ക് കിട്ടുന്ന പാമുക്ക്. അതുകൊണ്ട് തന്നെയാണ് എന്താ പറയാ, പെർഹാപ്സ് ട്രാൻസ്ലേറ്റേഴ്സ് ആർ ഗെറ്റിംഗ് മോർ ഇമ്പോർട്ടൻസ്. പക്ഷെ അത് പറയുമ്പോഴും നമുക്കിപ്പം ഇവിടെ വിസിബിലിറ്റി ഉണ്ട്. കൃത്യമായിട്ട് പറഞ്ഞ ട്രാൻസ്ലേഷൻ നടത്തുന്നത് കൊണ്ടൊരു വിസിബിലിറ്റി നമുക്ക് ഇവിടെയുണ്ട്. ട്രാൻസ്ലേഷനിലെ വിസിബിലിറ്റി പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സ്മൂത്ത് റീഡിങ് പോസിബിൾ ആയിരിക്കണം. ഏത് ഭാഷയിലാണോ എനിക്ക് വായിച്ച ശീലം അതിൽ ഈ തർജ്ജമയും ഒഴുക്കോടുകൂടി വായിക്കാൻ പറ്റണം എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. സാംസ്കാരിക പരിശ്രമം എന്ന നിലയിലെ വിവർത്തനം ഒരുപാട് അംഗീകാരങ്ങൾ അർഹിക്കുന്നുണ്ട്, മറിച്ചുള്ള അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ. ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഇപ്പോൾ മാതൃഭൂമി ബുക്സിന്റെ ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് സന്ധ്യ മേരിയുടെ മരിയ ജസ് മരിയ എന്ന പുസ്തകത്തിനായിരുന്നു. ഞാൻ പത്രം പറയുന്നില്ല എങ്കിൽ പോലും അതിലെ വാർത്തയിലെ വിവർത്തകയുടെ പേര് പോലും അന്ന് വന്ന വാർത്തയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതേപറ്റി ഒന്ന് പറയാമോ? അത് ഇതേപറ്റിയല്ല, അതായത് സാംസ്കാരിക പരിശ്രമം എന്ന നിലയിൽ വിവർത്തകർക്ക് പ്രാധാന്യം അർഹിക്കുന്നുണ്ടല്ലോ, മറിച്ചുള്ള അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ. ഞാൻ ദൃശ്യയുടെ ചോദ്യം കേട്ടിട്ട് അല്ലാട്ടോ ചിരിച്ചത്. ദൃശ്യ അതായത് നമുക്ക് വേറെ പല അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നമ്മൾ ചിരിച്ചതാണ്. ഇങ്ങനെയുള്ള വിവാദങ്ങൾ മലയാളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ഇതിപ്പോൾ മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലം മുമ്പ് ഒരു ട്രാൻസ്ലേറ്റർക്ക് ഒരു ബുക്കിന്റെ റിലീസിന്റെ വേദിയിൽ ഇടം കൊടുക്കാതെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊന്നും ഒരു ഉത്തരിയേ അല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാനൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഫ്രണ്ട് കവറിൽ പേരേ വെക്കില്ല, അങ്ങനൊരു പ്രശ്നമേ ഇല്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, അതായത് ബാക്ക് കവറിൽ പേര് മാത്രം വെക്കും, ഉള്ളിൽ പേര് മാത്രം വെക്കും, പിന്നെയാണ് നമ്മുടെ ചെറിയ ബയോഡാറ്റകൾ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ച് വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ പേര് ഫ്രണ്ട് കവറിൽ വെക്കണം എന്ന് എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വന്നത്. ഞാനത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ പക്ഷേ മലയാളത്തിലെ പല ട്രാൻസ്ലേറ്റേഴ്സും അത് ചെയ്യുകയും ഇപ്പൊ മാതൃഭൂമിയൊക്കെ കൃത്യമായിട്ട് ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. ഞാനൊരു ഷിക്കാഗോ മാനുവൽ ഉണ്ട്, ആ ഷിക്കാഗോ മാനുവൽ നമ്മൾ സാധാരണ ബുക്ക് സ്റ്റൈലിനെ കുറിച്ചിട്ടും എല്ലാതും ഒരു സ്റ്റൈൽ ബുക്ക് എന്നതുപോലെയാണ് ഷിക്കാഗോ മാനുവൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അടുത്ത് പബ്ലിഷ് ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ലേറ്റേഴ്സിന്റെ പേര് ഫ്രണ്ടിൽ വെക്കണം എന്നൊക്കെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ഇപ്പോഴും ആളുകൾ വെക്കുന്നൊന്നുമില്ല, ചോദിച്ച് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സൽമാൻ റുഷ്ദിയുടെ പുസ്തകങ്ങളുടെ ഒരു പരസ്യം കൊടുത്തിരിക്കുകയാണ് ഒരു പബ്ലിഷേഴ്സ്. അതിലൊന്ന് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ അത് വേറൊരു ട്രാൻസ്ലേറ്റർ AP കുഞ്ഞാമു എന്ന് പറഞ്ഞൊരു ട്രാൻസ്ലേറ്റർ ഉണ്ട്, മാൽക്കം എക്സിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതേ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, കണ്ടില്ലേ, റുഷ്ദിയുടെ ഒരു 4 പുസ്തകങ്ങൾ വെച്ചിട്ട് ലീഡിങ് പബ്ലിഷർ പരസ്യം കൊടുത്തിരിക്കുകയാണ്. അതിലൊരെണ്ണത്തിൽ പോലും ഫ്രണ്ടിൽ ട്രാൻസ്ലേറ്ററിന്റെ പേരില്ലാതെ. അപ്പൊ ഞാൻ അതിന്റെ താഴെ പോയിട്ട് ഇല്ല എൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അതിലെ 4 പുസ്തകങ്ങൾ കൊടുത്തിരിക്കുന്നതിൽ എൻ്റെ പേര് മാത്രമാണ് ഫ്രണ്ടിലുള്ളത്. അത് ഞാൻ ഒരു നാണോ ഇല്ലാതെ ചോദിച്ച് മേടിച്ചതാണ്. കാരണം ഞാൻ അസേർട്ട് ചെയ്തതാണ്, എൻ്റെ പേര് ഫ്രണ്ടിൽ വെക്കണം എന്ന് വേണ്ട അസേർട്ട് ചെയ്തതാണ്. അപ്പൊ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചോദിച്ച് മേടിച്ചതുപോലെ എല്ലാവരും ചോദിച്ച് വാങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കാണില്ല. അതിനുള്ളത് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അതാണ് വെറുപ്പിക്കേണ്ടെന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഷിക്കാഗോ മാനുവൽ വെച്ചിട്ട് ഞാനൊരു FB ഒരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ലീഡിങ് പബ്ലിക്കേഷൻസ് ഒന്നും ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാതൃഭൂമി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു. മാതൃഭൂമിയുടെ ഒരു എഡിറ്റോറിയലിൽ നിന്ന്, ബുക്ക് പബ്ലിഷിങ്ങിന്റെ എഡിറ്റോറിയലിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല നിങ്ങളത് തിരുത്തണം, കബനിയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ ശ്രദ്ധിക്കും, മാതൃഭൂമി എല്ലാത്തിലും വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സ്പെസിമെൻ അയച്ചു തന്നു. നല്ല കാര്യം, വളരെ നല്ല കാര്യം. അപ്പോൾ അങ്ങനെ എല്ലാ കാലത്തും ട്രാൻസ്ലേറ്റേഴ്സിനെ, അതായത് കാര്യം കഴിയുമ്പോൾ ഇവരത് ട്രാൻസ്ലേറ്റേഴ്സിനെ മൈൻഡേ വെക്കില്ല. നിങ്ങൾക്ക് ഞങ്ങൾ തന്നു, നിങ്ങൾക്ക് പൈസയും തന്നു, അത് മിക്കതും 1 ടൈം സെറ്റിൽമെന്റ് ആയിരിക്കും, ഇനി നിങ്ങളെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ലേറ്റേഴ്സ് അവൈലബിൾ ആണ് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. അതായത് ക്വാളിറ്റി വേണം എന്ന് ഒരു പബ്ലിഷിംഗ് ഹൗസ് തീരുമാനിച്ചാൽ മാത്രമേ
ഇന്നയാൾ ചെയ്യണം എന്നത് ഉണ്ടാവുള്ളൂ. ഇന്നയാൾ ചെയ്യണം എന്നതില്ലാത്തിടത്തോളം കാലം ആർക്ക് വേണമെങ്കിൽ ചെയ്യുകയും ഇത് ഇൻകം സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നവരും പിന്നെ അതുപോലെ തന്നെ ഒരു ഹോബി ആയിട്ട് ചെയ്യുന്നവരും വെറുതെ സമയം ഇടുന്നതുകൊണ്ട് ചെയ്യുന്നവരൊക്കെ ആവുമ്പോൾ അവരത് ആ എഫേർട്ടിനനുസരിച്ചാണ്. ഇപ്പൊ ഞാനും പ്രിയൊക്കെ അസേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനിടുന്ന എഫേർട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും നമ്മളത് ചെയ്യാം. ഞങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, അത് കാരണം കൊണ്ട് തന്നെ നമുക്കത് അസേർട്ട് ചെയ്യണം എന്ന് തോന്നും. അപ്പോൾ ഇതൊന്നും ഒരു പുതിയ വിവാദമല്ല ഇങ്ങനെയുള്ള ട്രാൻസ്ലേറ്റേഴ്സിനൊക്കെ. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ട്രാൻസ്ലേറ്റേഴ്സ് അത് അസേർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചിലവരൊന്നും ചെയ്യില്ല. അതായത് ഇപ്പൊ വളരെ എന്താ പറയാ നിസ്വാർത്ഥമായിട്ട് ജോലി ചെയ്തത് ഒരു ആക്ടിവിസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. ഇതിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തവർ. അവർ പണ്ടൊന്നും അങ്ങനെ അസേർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അവർക്ക് പിന്നെ കാലം വേറെയാണല്ലോ. ഇപ്പൊ ട്രാൻസ്ലേഷൻ നമ്മൾ കൾച്ചറൽ സ്റ്റഡീസിന്റെ ഭാഗമാണെന്നും ഇപ്പൊ നമ്മൾ ഈ പിന്നെ T.S. Eliotന്റെ ഒരു തിയറി ഉണ്ട്. തിയറിയുടെ പേര് ഞാൻ മറന്നുപോയി, പണ്ട് പഠിച്ചതായിരുന്നു. അതായത് ഒരു റൂമിൽ പുതിയ ഫർണിച്ചർ വരുമ്പോൾ പഴയ ഫർണിച്ചറുകൾ റീഅറേഞ്ച് ചെയ്യപ്പെടും എന്ന് പറയുന്നുണ്ട്. പഴയ ഫർണിച്ചറുകൾ പുതിയ ഫർണിച്ചറുകൾ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടും നമ്മൾ ഒരു കാലം നമ്മളുടെ ലിറ്റററി തിയറീസ് അതിന്റെ പശ്ചാത്തലം ഇതിനൊക്കെ എപ്പോഴും റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോഴാണ് ഈ വിവർത്തനത്തിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ അതിന്റെ ഒരു സ്പേസും നമ്മൾ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഇപ്പൊ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തത്. പാവങ്ങൾ തൊട്ട് തുടങ്ങുന്നതാണ്. പാവങ്ങൾ കേരളത്തിലെ റിയലിസ്റ്റ് സാഹിത്യധാരയ്ക്ക് തുടക്കം കുറിച്ചത് തോട്ടിയുടെ മകനും ഒക്കെ ആയിട്ടുള്ള റിയലിസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു ധാരയ്ക്ക് തുടക്കം കുറിച്ചത് പാവങ്ങൾ ട്രാൻസ്ലേഷനോട് കൂടിയാണ്. അതുപോലെ തന്നെ ദലിത് ഒരു എഴുത്തുകൾക്ക് തുടക്കം കുറിച്ചത് ദാമോദരൻ കാളിയത്ത് ഉച്ചല്യ മറാത്തി സാഹിത്യത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സാഹിത്യധാരകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടോ? ഇപ്പൊ ബംഗാളി നോവലുകൾ ബിമൽ മിത്രയുടെ 20-ാം നൂറ്റാണ്ട് തുടങ്ങിയിട്ടുള്ള നോവലുകളൊക്കെ വന്നതോടുകൂടിയാണ് പ്രോഗ്രസീവ് ലിറ്ററേച്ചർ പുരോഗമന സാഹിത്യത്തിന്റെ പല ധാരകളും വന്നത്. അപ്പോൾ ഇത് ഈ വിവർത്തനങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ മലയാളത്തിലെ പല സാഹിത്യധാരകളെയും ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് മുൻകാല പ്രാബല്യത്തോടു കൂടി നമ്മൾ അത് അപഗ്രഥിക്കുകയും പഠിക്കുകയും ചെയ്തതോടു കൂടിയിട്ടാണ് ഈ ട്രാൻസ്ലേഷൻ ഇത്രയും പ്രാധാന്യം വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയും കൂടി ഉള്ളത് തന്നെ അത് അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ട്രാൻസ്ലേറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാമിന് ഇതേ അഭിപ്രായം തന്നെയാണ്. ട്രാൻസ്ലേറ്റേഴ്സ് അംഗീകരിക്കപ്പെടുമ്പോൾ സന്തോഷം തന്നെയാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു സംശയം, ഒരു പുസ്തകത്തിനൊരു അവാർഡ് കിട്ടുമ്പം അത് 2 തരം അവാർഡ് ഉണ്ടല്ലോ. ഒന്ന് പുസ്തകത്തിന് കിട്ടുന്ന അവാർഡും ഒന്ന് ട്രാൻസ്ലേറ്റർക്ക് കിട്ടുന്ന അവാർഡും. ഇപ്പം ഇട്ടിക്കോരക്കൊരു അവാർഡ് കിട്ടിയാൽ അത് TDD ആണ്. ട്രാൻസ്ലേഷൻ അവാർഡ് കിട്ടിയാലാണ് അത് എൻ്റെതാവുന്നത് എന്നൊരു തോന്നലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ട്രാൻസ്ലേഷൻ വളരെ ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷെ റൈറ്ററും അത്രയും അതിൽ കൂടുതലും ക്രിയേറ്റിവിറ്റി റൈറ്റർക്കും ഉണ്ട്. ഇപ്പം നമ്മളൊരു വളരെ ഇക്കണോമിക്കൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60-40 ആണ് നമുക്ക് ഒരു റേഷ്യോയിൽ അവരെ പേ ചെയ്യുന്നത്. സോ യെസ്, ബുക്കിന്റെ അവാർഡ് ഐ തിങ്ക് പുസ്തകം എഴുതുന്ന ആൾക്കും, ട്രാൻസ്ലേഷൻ അവാർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. എനിക്കിതിൽ ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. ഈ പ്രിയ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഞാനിപ്പോൾ ട്രാൻസ്ലേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഈ അടുത്തുണ്ടായ വിവാദം പോലെ തന്നെ എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യം. അതിന് സംശയമൊന്നുമില്ല. എഴുത്തുകാരന്റെ ക്രിയേറ്റിവിറ്റി തന്നെയാണ് മുഖ്യം. അതിന് രണ്ടാമതായിട്ടേ വിവർത്തകന്റെ ഉള്ളൂ. അതായത് ആ എഴുത്തുകാരൻ കടന്നു പോയിട്ടുള്ള ജീവിതം, അനുഭവങ്ങൾ, അവരുടെ എഴുത്ത് പ്രോസസ്സ്, ക്രിയേറ്റീവ് പ്രോസസ്സ്, അത് തന്നെയാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ എഴുത്തിന് കിട്ടുന്ന ഒരു പുസ്തകത്തിന് കിട്ടുന്ന അവാർഡ് എഴുത്തുകാരിയുടെ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. വിവർത്തനത്തിനാണെങ്കിൽ വിവർത്തനത്തിന് വേറെ അവാർഡ് കൊടുക്കണം. അപ്പൊ JCBയിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതെ, ഐ തിങ്ക് പ്രിയ അതിൽ എഗ്രിമെന്റ് തന്നെ ഉണ്ടായിരിക്കും. അതായത് പിന്നെ ഈ എഴുത്തുകാർക്ക് ഇത്ര ഒരു അവാർഡ് കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടെന്നാണ്. എഴുത്തുകാർക്ക് ഒരു അവാർഡിന്റെ ഇത്ര, ട്രാൻസ്ലേറ്റേഴ്സിന് ഇത്ര എന്നുള്ളത് എഗ്രിമെന്റിൽ പോലും വെച്ചിട്ടാണ് ഒരുമിച്ച് അവാർഡ് കൊടുക്കുന്നത്. അത് ട്രാൻസ്ലേഷന് വേറെയാണ്, എഴുത്തുകാർക്ക് വേറെയാണ്. അപ്പോൾ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആ വിവർത്തനത്തിന്റെ പ്രാധാന്യത്തെ അംഗീകരിക്കാതിരിക്കലാണ്. അല്ലാണ്ട് എഴുത്തുകാരനോടൊപ്പം ഒരേ പെഡസ്റ്റലിൽ നിൽക്കാനായിട്ട് ഒരിക്കലും വിവർത്തകന് പറ്റില്ല. ഇപ്പം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിൽ ഫോട്ടോ അടക്കം
വെക്കുന്നുണ്ട് ട്രാൻസ്ലേറ്ററുടെ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അടുത്തത് ഭാവി വിവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ വിനിൽ പോളിൻ്റെത് പറഞ്ഞു, അതുപോലെ ഏതെങ്കിലും കൃതികൾ ഉണ്ടോ, അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് മനസ്സിലുണ്ടോ? മനസ്സിലല്ല, നമ്മളോട് ആൾക്കാർ വന്നെങ്കിൽ ചിലപ്പോൾ വല്ലാതെ നിർബന്ധിക്കും. ഞാനാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മതിയാക്കി ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പോവാം എന്നുള്ളൊരു ഐഡിയയിൽ നിൽക്കുകയാണ്. അപ്പൊ കുറച്ച് സംഭവങ്ങൾ കയ്യിലുണ്ട്, അതൊന്ന് തീർക്കണം എന്നുള്ളത്. വിനിൽ പോളിന്റെ ഞാൻ എന്താ പറയുക, ഇറ്റ് ഇസ് എ മിഷൻ എന്നുള്ള പോലെ എടുത്തതാണ്. വി ഹാവ് ടു ഫൈൻഡ് എ ഗുഡ് പബ്ലിഷർ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. കബനി മാമിനോടാണ്. മനോരമ ഓൺലൈനിൽ കോളം എഴുതുന്നുണ്ടല്ലോ, അതേ പറ്റി ഒന്ന് പറയാമോ? ആദ്യത്തെ വിവർത്തനത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ കോളാണെന്ന് തോന്നുന്നു, അതേ പറ്റി ഒന്ന് പറയാമോ? മലയാളത്തിലെ വിവർത്തനത്തെ കുറിച്ച് എക്സ്ക്ലൂസീവ്ലി ഫോർ ട്രാൻസ്ലേഷൻ ആൻഡ് ട്രാൻസ്ലേറ്റേഴ്സിൽ ആദ്യത്തെ കോളാണ്. പിന്നെ ഞാൻ മനോരമ ഓൺലൈനിലാണ് ഉള്ളത്. ഒന്നിടവിട്ട തിങ്കളാഴ്ചകളിലാണ് മനോരമ ഓൺലൈനിലുള്ളത്. മറുമൊഴി എന്നാണ് പേര്. നിങ്ങൾക്ക് മനോരമ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. മറുമൊഴിയിൽ ഇന്നലെയാണ് ഒരെണ്ണം വന്നത്. അപ്പൊ അത് തുടങ്ങാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ കാലമായിട്ട് ഈ ട്രാൻസ്ലേഷൻ ചെയ്യുക, പണ്ടൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും, അത് അയച്ചു കൊടുക്കും, റിലീസിന് പോലും പോകാറില്ല. ആ റിലീസിന് വിളിക്കാറില്ല എന്ന് പറയുന്നത് വേറെ ട്രാൻസ്ലേറ്റേഴ്സിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മളെ വിളിക്കാറൊന്നുമില്ല, ചിലപ്പോൾ കാണാൻ പോലും പോകാറില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതൊരു ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയ്ക്ക് അസേർട്ട് ചെയ്യുകയും ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുകയും ഇതുപോലെ തന്നെ എങ്ങനെയാണ് വിവർത്തനം മലയാളത്തിന്റെ സാഹിത്യത്തെ മാറ്റിയത്, ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അതിനൊരു അപഗ്രഥിക്കാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി ഞാൻ വേറൊരു, ഇപ്പോൾ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലൊക്കെ നമ്മൾ പോകുന്ന പ്രധാനമായിട്ടും അതാണ്. ഇപ്പം നമ്മളിപ്പം ഇവിടെ ഉണ്ടല്ലോ, ട്രാൻസ്ലേഷനെ കുറിച്ചൊരു സെഷൻ ഉണ്ടല്ലോ. ട്രാൻസ്ലേഷനെ കുറിച്ചൊരു സെഷൻ ഇല്ലാതെ എത്രയോ കാലങ്ങളിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും പലതിലൊന്നും ഇല്ല. അപ്പോൾ അത് അങ്ങനെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ പോവുകയും അതുപോലെ തന്നെ മറ്റ് മാഗസീൻസിൽ എഴുതുകയും സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ആധികാരികമായി സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുകയും ചെയ്യാന്നുള്ളത് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചിരിക്കുന്നത്, പക്ഷെ മലയാളം ഞാൻ നന്നായി വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും വായിക്കുന്നു. വായനയ്ക്കൊരു അവസാനം ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ഈ ട്രാൻസ്ലേറ്റേഴ്സ് എന്തുകൊണ്ട് ട്രാൻസ്ലേഷൻ അനുഭവങ്ങളെ കുറിച്ചിട്ട് വലിയ കാര്യമായിട്ടൊന്നും എഴുതുന്നില്ല. വളരെ വളരെ കുറച്ച് പേരെ എഴുതിയിട്ടുള്ളൂ. വലിയ ട്രാൻസ്ലേറ്റേഴ്സ് നമുക്കുണ്ട്. ഇപ്പോൾ MP സദാശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ട്രാൻസ്ലേറ്റർ, ഈ അടുത്താണ് അദ്ദേഹം മരിച്ചു പോയത്. അപ്പോൾ അതൊന്നും വലിയ വാർത്ത പോലും ആയിട്ടില്ല. അത്രയും പുസ്തകങ്ങൾ അദ്ദേഹം, മലയാള വിവർത്തന ചരിത്രത്തിലത്തെ മഹാമേരു എന്നറിയപ്പെടുന്ന ആളാണ് MP സദാശിവൻ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ലീല സർക്കാർ 90 വയസ്സായി, ഇപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അവര് പിന്നെ ഈ ഒരു ബംഗാളിയെ വിവാഹം കഴിക്കുകയും അവിടെ പോയി ബംഗാളി പഠിക്കുകയും MTയുടെ കൃതികളടക്കം ബംഗാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും 100 കൃതികൾ മലയാളത്തിലേക്ക് ബംഗാളിയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ലീല സർക്കാർ. അപ്പം ഇത്രയും ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുകയും, അപ്പം ഞാൻ വിചാരിക്കും ട്രാൻസ്ലേഷൻ അനുഭവങ്ങൾ എൻ്റെ എഴുതണം. പല അനുഭവങ്ങളാണ്, ഓരോ പുസ്തകത്തിനും ഓരോ അനുഭവങ്ങളാണ്. അപ്പം ഞാൻ വോൾഗയുടെ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രോസസ്സാണ്. അങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യം ആലോചിക്കും. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പറയും, നീ FBയിൽ കുറച്ച് കുറിപ്പുകൾ ഇട്, അപ്പോൾ നമുക്ക് ഒരു ഓർമ്മയുണ്ടാവുമല്ലോ, അവിടെ കിടക്കുമല്ലോ എന്ന് പറയും. പക്ഷെ നമ്മൾ പല മടികളും കൊണ്ട് ഞാൻ ആകെ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് റുഷ്ദിയുടെ 1001 രാവുകൾക്കാണ്. ഞാൻ അത്രയും സ്ട്രെയിൻ ചെയ്ത കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എനിക്കൊരു കുറിപ്പ് എഴുതണം ഇതിനെന്ന്. അങ്ങനെ ഞാനതൊരു കുറിപ്പ് എഴുതിയത്. പിന്നെ നമ്മളൊരു ട്രാൻസ്ലേഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഫറ്റീഗ്ഡ് ആയിട്ടുണ്ടായിരിക്കും ആ പ്രോസസ്സ് കൂടെ. അതുകൊണ്ട് പിന്നെ നമുക്ക് കുറിപ്പ് എഴുതാനുള്ള ഒരു എനർജി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സത്യം. അപ്പം ഞാൻ ഇത് കുറച്ചൊരു സമയം എടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഞാനൊരു കുറിപ്പൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ ആ കുറിപ്പ് എഴുതിയപ്പോൾ എനിക്ക് തോന്നി, കൊള്ളാം, ഇതിനെ കുറിച്ചിട്ട് കുറച്ച് എഴുതണം എന്നുള്ളത്. അങ്ങനെ ആലോചിച്ച് പല ആലോചനകളും ഉണ്ടായി ഒക്കെ വന്നപ്പോഴാണ് ഈ DC ബുക്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ആതിര സരാഗ് എന്ന് പറഞ്ഞിട്ട്. ആതിര പിന്നെ മനോരമ ഓൺലൈനിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആതിര ഒരു പിന്നെ ട്രാൻസ്ലേറ്റേഴ്സ് ഡേ ഉണ്ട് September 23 എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മനോരമ പിന്നെ ഓൺലൈനിന് വേണ്ടിയിട്ട്. അപ്പോൾ ആതിരയായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ആതിര പറയും, ഈ ട്രാൻസ്ലേറ്റേഴ്സ് മൺമറഞ്ഞു പോയ ട്രാൻസ്ലേറ്റേഴ്സ് നമ്മൾ ഓർക്കാത്തത്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഓർക്കാത്തത്, അതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും. അങ്ങനെ ഇപ്രാവശ്യം ഫോർത്തോസിൽ പോയപ്പോഴാണ് ആതിരനെ ഞാൻ നേരിൽ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ട്രാൻസ്ലേഷൻ എന്നുള്ള എൻ്റെ അനുഭവങ്ങൾ എഴുതണേക്കാളും കൂടുതലായിട്ട് ട്രാൻസ്ലേഷനും ട്രാൻസ്ലേറ്റേഴ്സിനും ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് ഒരു കോളം എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ എന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ കോളം തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു ഒന്നിടവിട്ട തിങ്കളാഴ്ചകളിലാണ് വരുന്നത്. ഇപ്പോൾ
4 തിങ്കളാഴ്ചകൾ, അതായത് ഒന്നിടവിട്ട 4 തിങ്കളാഴ്ചകൾ കഴിഞ്ഞു. ആദ്യം ഞാൻ എഴുതിയത് ഡോക്ടർ എസ് വേലായുധനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ മാർക്കേസിന്റെ വലിയ പറയുമല്ലോ, നമ്മൾ മലയാളി പോലെ തന്നെയാണ് മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ, ലവ് ഇൻ ദ ടൈം ഓഫ് കൊളറ ഒക്കെ പറയുമ്പോൾ ആരാണ് മാർക്കേസിനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് ആർക്കും അറിയാം. സമയപരിമിതി മൂലമാണ് ഒന്ന് ചുരുക്കിട്ട്. അപ്പൊ നമ്മൾ എസ് വേലായുധൻ എന്ന് പറയുന്ന ഒരാളാണ്, അയ്യപ്പ പണിക്കരാണ്. അദ്ദേഹത്തിന് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ HOD ആയിരുന്നു, ഇംഗ്ലീഷിന്റെ HOD ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അപ്പൊ നമുക്ക് അറിയില്ല, എനിക്കറിയില്ലായിരുന്നു ഡോക്ടർ എസ് വേലായുധനാണെന്ന്. അപ്പൊ അത് അവരുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയ സന്തോഷം, ഞാൻ പറയുന്നത് ബാക്കി ആൾക്കാരൊക്കെ അറിയുമെന്ന് മാത്രമല്ല, അവരുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കിയ സന്തോഷം വളരെ വലുതാണ്. ഇന്നലെ വന്നിരിക്കുന്നത് ബംഗാളി വിവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. ലീല സർക്കാർ, രവി വർമ്മ, നീലിൻ എബ്രഹാം അവരെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് പാവങ്ങളുടെ 100 വർഷങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. അതുപോലെ തന്നെ റഷ്യൻ ലിറ്ററേച്ചർ, നമ്മളൊക്കെ ഇപ്പൊ എന്റെയും പ്രിയയുടെയൊക്കെ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ റഷ്യൻ ലിറ്ററേച്ചർ വായിച്ചു വളർന്നതാണ്, കുട്ടിക്കഥകൾ വായിച്ചു വളർന്നതാണ്. അതൊക്കെ ആരാ ചെയ്തത്? അത് ഗോപാലകൃഷ്ണൻ ഓമന എന്നുള്ള ദമ്പതികളാണ് ഏറ്റവും കൂടുതലായിട്ട്. അവർ മോസ്കോയിൽ പോയി ഇരുന്ന് റഷ്യൻ പഠിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ നമുക്കൊരു ട്രാൻസ്ലേഷനും ട്രാൻസ്ലേറ്റേഴ്സിനും ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആ കോളം, അതായത് പോകുന്നിടത്തോളം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളുടെ അത് ഒഴിയാത്തിടത്തോളം അത്രയും കാലം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ടെങ്കിൽ പോലും ചോദ്യങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ ഈ ഒരു സെഷൻ ഒരു ഏകപക്ഷീയമായ ചർച്ച മാത്രമായി ഒതുങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിയൻസിനെ ചോദിക്കാവുന്നതാണ്. വിവർത്തകരോട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയവും ഒക്കെ ചോദിക്കാവുന്നതാണ്. സാഹിത്യ വിവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടു. എൻ്റെ ചോദ്യം സൈദ്ധാന്തിക വിവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന 2 വാക്ക് ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് ഡീകൺസ്ട്രക്ഷനാണ്, അതുപോലെ തന്നെ ഐഡിയോളജി. ഈ 2 വാക്കുകൾക്ക് ശരിക്കും നമുക്ക് മലയാളത്തിൽ കിട്ടിയ പദങ്ങൾ അതിൻ്റെ ഭാവുകത്വത്തോട് യോജിക്കുന്നതാണോ എന്നുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് അറിയുന്നത്. ഡീകൺസ്ട്രക്ഷൻ ഡെറീഡ എഴുതുന്നത് ഫ്രഞ്ചിലാണ് അല്ലേ? ഡെറീഡയെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സ്പിവാക്കാണ്. സ്പിവാക്കിന്റെ ഭാഷ നമുക്കറിയാം അതികഠിനമാണ്. സ്പിവാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ റൈറ്റ് ഡിഫിക്കൽട്ട് വേർഡ്സ് വിത്ത് എ പർപ്പസ്. കാരണം അത് അത്രയും കോംപ്ലക്സിറ്റി ഉള്ളത് കൊണ്ട് അങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള തരത്തിലാണ് സ്പിവാക്ക് പറഞ്ഞിരിക്കുന്നത്. പലരും പറയാറുണ്ട്, ഫ്രഞ്ച് അറിയാവുന്ന ആൾക്കാർ, ഫ്രഞ്ചിൽ ഡെറീഡയ്ക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല, ഇംഗ്ലീഷിൽ വരുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വരുമ്പം ഇംഗ്ലീഷിൽ നിന്നാണല്ലോ ഡീകൺസ്ട്രക്ഷൻ വരുന്നത്. ഡെഫിനറ്റ്ലി പരിമിതികൾ ഉണ്ടാകും ആ ട്രാൻസ്ലേഷന്. കാരണം ഐഡിയോളജി എന്നൊക്കെ പറയുമ്പം റിലിജൻ പോലെ തന്നെ ഒരു പ്രത്യേക കൾച്ചറൽ സർക്കംഫറൻസിൽ റൂട്ടഡ് ആണ് ഐഡിയോളജി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഡീകൺസ്ട്രക്ഷൻ ഞാൻ വായിച്ചിട്ടുള്ള അനുഭവം മാത്രമേ ഉള്ളൂ. അനുഭവത്തിൽ എനിക്ക് ഡീകൺസ്ട്രക്ഷൻ ഇല്ല. കാരണം കേരളത്തിൽ നമ്മൾ യുദ്ധങ്ങൾ കണ്ടിട്ടില്ല, പാർട്ടിഷൻ പോലും നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കണ്ട ഒരു വിഭാഗമാണ്. ഫ്രാഗ്മെന്റേഷൻ, ഏലിയനേഷൻ, ഇതൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. സാഹിത്യത്തിലൂടെ ഇത്തരത്തിലുള്ള തർജ്ജമകളിലൂടെ നമ്മൾ അനുഭവിച്ചിട്ടേ ഉള്ളൂ. സോ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഞാൻ നേരിട്ട് ചെയ്തിട്ടില്ല. ഒരു 1-2 വർക്കുകൾ മാത്രമേ ഞാൻ APJ അബ്ദുൽ കലാമിന്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് സയൻസ് ഉണ്ടെന്നല്ലാതെ സൈദ്ധാന്തികമായിട്ടൊന്നുമില്ല. പക്ഷെ പൊതുവെ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രിയ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഒരു കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് നമുക്ക് ഇല്ലല്ലോ. ഇപ്പോൾ തന്നെ സിമോൺ ദി ബൂവയുടെ പുസ്തകങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം പല പുസ്തകങ്ങളും ഒരു പുരുഷ ട്രാൻസ്ലേറ്റേഴ്സ് ആ ടേംസിനെ ഒന്ന് മെല്ലോ ഡൗൺ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവരുടേതായ രീതിയിൽ പതുക്കെ ഒന്ന് തലോടി കൊടുക്കുകയും അർത്ഥം തന്നെ മാറ്റിക്കളയുകയും ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ വന്ന് അതിൽ ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരുപാട് ട്രാൻസ്ലേറ്റേഴ്സ് സ്ത്രീകൾ തന്നെ ചെയ്ത് അവർ കുറച്ചും കൂടി ഇത് ഫെമിനിസ്റ്റിനോട് അടുപ്പിച്ച് വരാനും അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു പിന്നെ ഒരു കോണ്ടെക്സ്റ്റ് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണ് ഒരു വിവർത്തനത്തിൽ തന്നെ ഒരു പുസ്തകത്തിന് തന്നെ പല വിവർത്തനങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ സിമോൺ ദി ബൂവയുടെ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിന് 40-ലധികം വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. 2011 അവസാനത്തെ വിവർത്തനം വന്നിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് അറിയില്ല വന്നിട്ടുണ്ടോ എന്ന്. 2011 വന്നിട്ടുണ്ട്.
അപ്പൊ ഇവര് ഈ കറക്റ്റ് ചെയ്യാൻ തന്നെയാണ് ഇവരിത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കൂടി അടുപ്പിച്ച് പിന്നെ നമ്മൾ ഹിസ്റ്റോറിക്കലി മാറിയിട്ടുണ്ടാവുമല്ലോ, കാലം മാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ മാറിയ കാലത്തിലും ഭാഷയ്ക്കും ഒക്കെ കൂടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെമിനിസം എന്ന വാക്കിന്റെ തർജ്ജമ എന്ത്? സ്ത്രീ ശാക്തി, വിമൺ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരും ശക്തി കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നാണ്. അതുകൊണ്ട് അവനവന്റെ ഉള്ളിൽ നിന്ന് വരുന്നു എന്നുള്ള അർത്ഥം അതിന് കിട്ടുന്നില്ല. ആ ഒരു പരിമിതി ഐഡിയോളജിക്കൽ ട്രാൻസ്ലേഷൻ എല്ലാം ഉണ്ട്. ഇത് ചോദ്യമല്ല. ഇപ്പോൾ മലയാളം സർവകലാശാലയിൽ ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ പഠിക്കുന്ന ഞാനിപ്പോൾ 2ാം വർഷ വിദ്യാർത്ഥിയാണ് ട്രാൻസ്ലേഷനിൽ. വലിയ ജൂനിയേഴ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെറുതായിട്ട് ചെയ്തു തുടങ്ങുന്നു. ഫാത്തിമ ഫാത്തിമയുടെ കീഴിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അരുൺലാൽ മൊകേരിയുടെ പുള്ളിക്കാരൻ്റെ കീഴിലൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഉള്ള ട്രാൻസ്ലേറ്റേഴ്സ് എന്നുള്ള രൂപത്തിൽ, വിവർത്തകർ എന്നുള്ള രൂപത്തിൽ ഞങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും? ഐ ടീച്ച് ട്രാൻസ്ലേഷൻ. ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ട്രാൻസ്ലേഷൻ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ട്രാൻസ്ലേഷൻ തിയറി പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, തിയറിയൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് പ്രധാനം തന്നെയാണ്. പക്ഷേ ഈ ഒരു തിയറിയും പ്രാക്ടീസിൽ ചിലപ്പോൾ നമ്മളെ സഹായിച്ചൊന്നും വരില്ല. ഓരോ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴും അതിൽ നിന്നൊരു തിയറി ഉരുത്തിരിഞ്ഞ് വരികയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നത് വളരെ ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി റീഡിംഗ് ആണ്. എത്രയധികം വായിക്കാൻ പറ്റുമോ അത്രയധികം വായിക്കുക. അതായത് ഇന്ന രീതിയിലുള്ള പുസ്തകം എന്നുള്ളതല്ല, അറിയാവുന്ന എല്ലാ ഭാഷയിലും മലയാളം, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് 2 ലാംഗ്വേജസ് ദാറ്റ് യു ആർ യൂസിങ്, ഇംഗ്ലീഷും മലയാളമാണെങ്കിൽ കിട്ടാവുന്ന അത്രയും പുസ്തകങ്ങൾ. അതിന് യാതൊരു തരത്തിലുള്ള വേർതിരിവ് ഒന്നും കാണിക്കണ്ട. പോപ്പുലർ ഫിക്ഷൻ ആവാം, സയൻസ് ആവാം, സയൻസ് ഫിക്ഷൻ ആവാം, എന്തും വായിക്കുക എന്നുള്ളതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നം, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ഇഡിയോമാറ്റിക് യൂസേജ് വലിയ ബുദ്ധിമുട്ടാവും. ഒരു ഫ്രോസൺ ഇഡിയം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അത് ഒരിക്കലും റെസണേറ്റ് ചെയ്യില്ല വായിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിലേക്കാണ് നിങ്ങൾ തർജ്ജമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നൊരു കാര്യം പറയുന്നു, ഹോളിവുഡ് സിനിമ നിരന്തരം കാണുക. ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ദറ്റ് ലാംഗ്വേജ്. കറണ്ട് ആയിട്ടുള്ള ഭാഷ നമുക്ക് കിട്ടും. ടെസ്റ്റ് ഓഫ് ദ ജേർബിൾസ് വായിച്ചത് കൊണ്ട് കറണ്ട് ഇഡിയം കിട്ടണം എന്നില്ല, ടൊണാലിറ്റി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇന്ന് ആ ഭാഷയ്ക്ക് എന്ത് മാറ്റം വന്നിട്ടുണ്ട്, ഇന്ന് ചില വാക്കുകളുടെ അർത്ഥം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ സിനിമ കണ്ടേ പറ്റൂ. വാച്ച് മൂവീസ് വിത്ത് ദ സബ്ടൈറ്റിൽസ് അണ്ടർ റണ്ണിങ്. യുവർ സ്ക്രിപ്റ്റ് ഡിപ്പെൻഡൻസി വിൽ ലെസൺ ആൻഡ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലാംഗ്വേജ് വിൽ ഇൻക്രീസ് ഡിപ്പെൻഡിങ് ഓൺ ഇഫ് യു ആർ ട്രാൻസ്ലേറ്റിംഗ് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കില്ലാണ്. സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മളത് തിയറി പഠിക്കുമല്ലോ, നമ്മൾ കുറച്ച് നാൾ അപ്രന്റീസ് ആയിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം അത് നമ്മൾ നന്നായിട്ട് പഠിച്ചാലേ, വളയത്തിലൂടെ ചാടി പഠിച്ചാലേ വളയില്ലാതെ ചാടാൻ പറ്റുള്ളൂ. തിയറീസ് ഒക്കെ പഠിക്കണം. തിയറീസിന് കാലാനുസൃതമായ മാറ്റങ്ങളുണ്ട്, ഹിസ്റ്റോറിക്കലി മാറുന്നതുണ്ട്, ഭാഷ മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് എത്തും. അപ്പം ഞാൻ തുടങ്ങിയത് എൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഒരു അമേച്വർ കാലഘട്ടമുണ്ട്. അമേച്വർ കാലഘട്ടത്തിൽ ഞാൻ എന്തും അങ്ങ് ചെയ്യുമായിരുന്നു. ലേഖനങ്ങൾ, പിന്നെ കാഞ്ചയിലയ്യ, പിന്നെ അതുപോലെ തന്നെ രാം പുനിയാനി, ആശിഷ് നന്ദി, കൽപ്പന ശർമ്മ, ഇതെല്ലാം ഞാൻ എടുത്ത് ചെയ്യുമായിരുന്നു. ഞാൻ ആദ്യം തുടങ്ങിയത് നോൺ ഫിക്ഷനാണ്. എനിക്ക് തോന്നി എളുപ്പം നോൺ ഫിക്ഷൻ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. മഹാശ്വേത ദേവി ജ്ഞാനപീഠം നേടിയിട്ട് നടത്തിയ പ്രസംഗമാണ് ഞാൻ ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തു നോക്കിയത്. പക്ഷെ അന്നൊന്നും നമുക്ക് ഈ വാക്കിന് പകരം ഈ വാക്ക് തന്നെ വേണോ, അങ്ങനെ ഒരു വാക്കുകൾ തേടലൊന്നും ഇല്ല. എനിക്ക് കിട്ടിയ വാക്ക് അത്യാവശ്യം വായിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ മലയാളം കുറച്ചൊക്കെ അറിയാന്നുള്ള ഒരു കോൺഫിഡൻസ് അന്നുണ്ടായിരുന്നു. കിട്ടിയ വാക്ക് അന്ന് വെക്കും. അത് ആപ്റ്റ് വേർഡാണോ എന്നൊന്നും നോക്കില്ല. പക്ഷെ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഗുണം ഉണ്ടായത് ഞാൻ കുറെ വായിച്ചു എന്നുള്ളതാണ്. നമ്മൾ അതുവരെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ വായിക്കുമായിരുന്നില്ലാത്ത പലതും ഞാൻ വായിച്ചു. അത് കഴിഞ്ഞ് ഫിക്ഷനൊക്കെ തുടങ്ങിയത്, ഞാൻ ആദ്യം ചെയ്ത ഫിക്ഷൻ എന്ന് പറയുന്നത് ടു നോ എ വുമൺ എന്ന് പറഞ്ഞിട്ട് ആമോസ് ഹൗസിന്റെ പുസ്തകമാണ്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. അത് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വാക്കുകൾ, അതുപോലെ തന്നെ ഇഡിയംസ് എങ്ങനെ ചെയ്യും, അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഗ്യാപ്പുകൾ എങ്ങനെ മറികടക്കും, ഫുട് നോട്ട് ഇല്ലാണ്ട് എങ്ങനെ എഴുതും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എഴുതിയിട്ട് പഠിക്കുന്നതാണ്. ഏതൊരു സ്കില്ലും പോലെ തന്നെ ചിസൽ ചെയ്തെടുത്താൽ പോളിഷ് ചെയ്തെടുത്തുകൊണ്ടേയിരിക്കണം.
അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കൃതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റൈറ്ററിനെ കുറിച്ച് പഠിക്കുക, ആ റൈറ്ററിന്റെ വേറെ പുസ്തകങ്ങൾ വായിക്കുക, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അവരുടെ ഒരു ലോകം ഉണ്ടായിരിക്കും, ഒരു യൂണിവേഴ്സ് ഓഫ് ഒരു ബുക്സ് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കും. അവരുടെ ഒരു പ്രത്യേകിച്ച് വാക്കുകൾ ഉണ്ടായിരിക്കും, സ്റ്റൈൽ ഉണ്ടായിരിക്കും. അതിനെ കുറിച്ചിട്ടൊക്കെ, അതായത് ഒരു പുസ്തകത്തിന് ആ പുസ്തകം മാത്രമായിട്ട് എടുക്കാതെ ഒരു സമഗ്രമായിട്ട് എടുക്കുകയും പിന്നെ തനിയെ നമ്മളുടേതായ ഒരു സ്റ്റൈല് അതിൽ കൊണ്ടുവരികയും ചെയ്യും. ഇപ്പൊ പ്രിയ പറഞ്ഞ പോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈല്, ട്രാൻസ്ലേറ്റേഴ്സ് ഇങ്ങനെ വിസിബിൾ ആയിരിക്കുമ്പോൾ തന്നെ പുസ്തകത്തിൽ വിസിബിലിറ്റി എന്ന് പറയുന്നത് അതിനൊരു പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എത്രയായിരിക്കും എന്ന്. ഇപ്പൊ ഞാൻ എഴുതിയിട്ടുള്ള ട്രാൻസ്ലേഷൻ പലരും പറയാറുണ്ട് ഞാൻ ചെയ്തത് ഇപ്പോൾ ദൃശ്യ മറ്റേ സ്വേച്ഛയെ പറ്റി പറഞ്ഞ പോലെ തന്നെ വിവർത്തനമായിട്ടേ തോന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്കിൻ ടു മലയാളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൾച്ചറൽ ഗ്യാപ്സ് മറികടന്ന് എന്നാൽ അതിൻ്റെ ഒരു സട്ടിലിറ്റീസ് നിലനിർത്തിക്കൊണ്ട് ചെയ്യാന്നുള്ളത് ഞാൻ അതിൽ ചെയ്തിട്ട് എനിക്കായിട്ട് വെച്ചിട്ടുള്ളൊരു ബാലൻസ് ഉണ്ട്. എത്ര ഞാൻ വിസിബിൾ ആവണം, എത്ര വിവർത്തക എന്നുള്ളത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാലങ്ങൾ ചെയ്യും തോറും നമ്മളത് തന്നെ സ്വായത്തമാക്കും. പിന്നെ വായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ആർക്കും ചോദ്യം ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. മുഖ്യധാരാ സാഹിത്യത്തോടൊപ്പം തന്നെ വിവർത്തന സാഹിത്യവും വിവർത്തകരെയും അംഗീകരിക്കുന്ന കാലം ഉണ്ടാവട്ടെ എന്നും ഉണ്ട്. പക്ഷേ അവരോടൊപ്പം തന്നെ അംഗീകരിക്കുന്ന, അവർക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ വിവർത്തകർക്കും വിവർത്തന കൃതിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന സാഹിത്യ ലോകത്തെ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നിങ്ങളെ വിവർത്തന ജീവിതം വിപുലമാകട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. ഞങ്ങളെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു. വിവർത്തനം എന്ന ഭൂഖണ്ഡം എന്ന സെഷനിൽ നമ്മോട് സംവദിച്ച പ്രിയ കെ നായർ, കബനി സി, ഏകോപനം നിർവഹിച്ച ദൃശ്യ പത്മ